അതനുബന്ധിച്ച് നമുക്ക് ഇന്ന് വളരെ പ്രശസ്തമായ ഒരു ഡോക്ടറാണ് സംസാരിക്കാൻ പോകുന്നത്. ഡോക്ടർ ഷാജി തോമസ് ജോൺ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ആൻഡ് ന്യൂനറ്റോളജി ഡിപ്പാർട്ട്മെന്റിലെ ചീഫാണ്. പിന്നെ DNB പീഡിയാട്രിക് സ്റ്റുഡൻസിനെ എന്റെ ടീച്ചറും കൂടെയാണ്. പിന്നെ ഇന്നത്തെ ടോപ്പിക് ഡൗൺ സിൻഡ്രോം, ട്രൈസോമി 21, അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഏറ്റവും ഉചിതമായ ഒരാളും കൂടെയാണ്. അദ്ദേഹം ട്രൈസോമി 21 ഉള്ള ഒരു വ്യക്തിയുടെ പിതാവും കൂടെയാണ്. അദ്ദേഹം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കരിയർ ആയിരുന്നു. അഡലസന്റ് ഹെൽത്ത് അക്കാഡമി നാഷണൽ ചെയർമാൻ ആയിരുന്നു. അതല്ലാതെ അഡലസന്റ് ഹെൽത്ത് അക്കാഡമി സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിലെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ പല കോൺഫറൻസ്, സ്റ്റേറ്റ് ആൻഡ് നാഷണൽ കോൺഫറൻസസിന്റെ ഓർഗനൈസിംഗ് ചെയർമാൻ ആയിരുന്നു. ട്രൈസോമി 21 ഡൗൺ സിൻഡ്രോം അനുബന്ധിച്ച് തന്നെ വളരെയധികം പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആള് ഫൗണ്ടിങ് ചെയർമാൻ ഓഫ് ഡൗൺ സിൻഡ്രോം ട്രസ്റ്റ്, ദോസ്റ്റ് എന്ന് പറയും. പിന്നെ ഫെഡറേഷൻ, ഡൗൺ സിൻഡ്രോം ഫെഡറേഷൻ ഓഫ് കേരളയിലെ പേട്രൺ, ഏഷ്യ പസഫിക് ഡൗൺ സിൻഡ്രോം ഫെഡറേഷന്റെ പാനലിൽ ഉണ്ടായിരുന്നു. അതേപോലെ വൺ ഓഫ് ദ ഫസ്റ്റ് ഡൗൺ സിൻഡ്രോം ക്ലിനിക് ഡോക്ടർ ഷാജി തോമസ് ആണ് തുടങ്ങിയത്. He is also faculty for World Down Syndrome Congress 2012 and 2015. പിന്നെ ഇന്ത്യ ഇന്റർനാഷണൽ ഡൗൺ സിൻഡ്രോം കോൺഫറൻസസിലെ ഫാക്കൽറ്റിയും കൂടെ ആയിരുന്നു. ഇതിന് ഉപരി കുറേയധികം അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ നേടിയിട്ടുണ്ട് ഡോക്ടർ ഷാജി. കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ഡോക്ടർ അവാർഡ് ഫോർ കോഴിക്കോട് IMA. അതേപോലെ the recipient of actually ഇത് ഡോക്ടർ പണ്ടേ തൊട്ട് അവാർഡ്സ് ശേഖരിച്ച് കൊണ്ടേയിരുന്നു. 1972 actually he received Government of India National Science Talent Scholarship in Science, best leadership qualities അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ he is also interested in photography, plays violin, dramatics, and he has a passion for taking classes in adolescent health and life skills for teenagers and Down syndrome, people with Down syndrome. We welcome you. Please join me to welcome Dr. Shaji Thomas John. Let me hand over the mic to you, Dr. Shaji. Thank you, Dr. Maya. I hope I am audible, isn't it? Am I not audible? Can you hear me? Hello? Can you hear me? Okay, right. So I'll straight away go with the topic given to me. It's challenges in the management of Down syndrome. ബേസിക്കായിട്ട് ഞാൻ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഓക്കെ, ഓവർവ്യൂ ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഡൗൺ സിൻഡ്രോമിന്റെ ബേസിക് ഫാക്ട്സ്, മാനേജ്മെന്റ്, ഏർലി ഇന്റർവെൻഷൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്നിട്ട് ഐ വിൽ ഗെറ്റ് ഓൺ ടു ദി ചാലഞ്ചസ് ഫേസ്ഡ്. കാരണം ഈ ഒരു മേഖലയിൽ പലർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവപ്പെടുന്നുണ്ട്. അത് മാതാപിതാക്കൾക്കായാലും ശരി, ഇവരെ നോക്കുന്ന ടീച്ചേഴ്സിനായാലും ശരി, മറ്റ് സൊസൈറ്റിക്കായാലും ശരി. അതാണ് നമ്മൾ ഇനിയിപ്പോൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ദ നീഡ് ഫോർ എ പ്രോട്ടോകോൾ. എങ്ങനെയാണ് ഇവരെ മേപ്പോട്ട് നോക്കേണ്ടത്, എങ്ങനെയാണ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ടൊരു പ്രോട്ടോകോൾ നമുക്കിവിടെ ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. പിന്നെ റോഡ് ഹെഡ്, വാട്ട് ക്യാൻ ബി ഡു ഹെഡ് എന്നുള്ളത്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം എന്താന്നുള്ളത്. പണ്ട് ഇതിനെ മംഗോളിസം എന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ആദ്യമായിട്ട് ഡോക്ടർ ഡൗൺ ഇതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തപ്പം ആ ഒരു രീതിയിലാണ് പറഞ്ഞത്, മംഗോളിലെ ആളുകളെ പോലൊരു സാമ്യമുള്ള വ്യക്തികളായതുകൊണ്ട്. പക്ഷെ ആ ഒരു വാക്ക് നമ്മൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കാറുമില്ല. മറ്റ് പേരുകളിൽ വന്നിട്ടുള്ളത് മോർബസ് ലാങ്ടൺ ഡൗൺ എന്നാണ്. മോർബസ് എന്ന് വെച്ചാൽ ഡിസീസ് എന്നേ അർത്ഥമുള്ളൂ. മോർബസ് ഡൗൺ, ലാങ്ടൺ ഡൗൺ ഡിസീസ്,
ഡൗൺ സിൻഡ്രോം അപ്പോസ്ട്രഫി എസ് വെച്ചിട്ട് ഡൗൺ സിൻഡ്രോം. ഈ അപ്പോസ്ട്രഫി എസ് ഇല്ലാത്തതും എസും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. കാരണം അമേരിക്കക്കാർ പറയുന്നത് ഡൗൺ സിൻഡ്രോം ആണ്. ഡോക്ടർ ഡൗണിന് ഡൗൺ സിൻഡ്രോം ഇല്ലായിരുന്നു, അതുകൊണ്ട് അപ്പോസ്ട്രഫി എസ് വെക്കേണ്ട ആവശ്യമില്ല, അത് തെറ്റാണ്. ബ്രിട്ടീഷുകാർ പറയുന്നത് ഡൗൺസ് ആണ് ഈ സിൻഡ്രോം പറഞ്ഞതുകൊണ്ട് ഡൗൺസ് അപ്പോസ്ട്രഫി എസ് വേണമെന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ട് സ്കൂൾ ഓഫ് തോട്ടിന്റെ വ്യത്യാസം എന്നുള്ളൂ. വി ജനറലി ഫോളോ ഡൗൺ സിൻഡ്രോം. പിന്നെ ഉള്ളത് കൺജനിറ്റൽ അക്രോമൈക്ര സിൻഡ്രോം എന്ന് പറയുന്നു. ഇതൊക്കെ ആയാലും ശരി, അക്സെപ്റ്റഡ് ടെർമിനോളജി, മെഡിക്കൽ ടെർമിനോളജി വെച്ചാൽ ട്രൈസോമി 21 എന്നാണ്. 21ാമത്തെ ക്രോമസോം 3 ഉള്ളത് കൊണ്ട് ഇതാണ് ടെക്നിക്കലായിട്ടുള്ളത്. പക്ഷെ പലർക്കും ഡൗൺ സിൻഡ്രോം എന്നുള്ളതാണ് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഇനം. അതുകൊണ്ട് വി സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ദ ടെർമിനോളജി ഡൗൺ സിൻഡ്രോം. ടെക്നിക്കലി ട്രൈസോമി 21 ആണ് കറക്റ്റ് ടെർമെങ്കിലും. ഇത് ആദ്യം പറഞ്ഞത് ജോൺ ലാങ്ടൺ ഹെയ്ൻഡൻ ഡൗൺ എന്നൊരു ബ്രിട്ടീഷ് ഡോക്ടറാണ്. അദ്ദേഹമാണ് ഇത് വിശദമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത്. അതുകൊണ്ടാണ് ഡൗൺ സിൻഡ്രോം എന്നൊരു പേര് ഇതിന് വന്നിരിക്കുന്നത്. ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ കുട്ടികൾ കുറച്ച് ഡൗൺ ആയതുകൊണ്ടാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നുള്ളത്. ഇവർ ഒരിക്കലും ഡൗൺ അല്ല, നമ്മളിവിടെ ഡൗൺ ആക്കാതിരുന്നാൽ മതി എന്നുള്ളതേ ഉള്ളൂ. ഈ ഡോക്ടറുടെ പേര് കാരണമാണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് വരുന്നത്. ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് 1838 ഇതിന് ഡൗൺ സിൻഡ്രോം എലോബറേറ്റിനൊക്കെ പറയുന്നതിനൊക്കെ വളരെ മുമ്പായിട്ടാണ്. ഒരു ജെയിൻ എറ്റീൻ ഡൊമിനിക് എസ്ക്രോൺ എന്ന ഒരാളാണ് ആദ്യമായിട്ട് ഇത് ഡിസ്ക്രൈബ് ചെയ്തത്. പിന്നെ 1844 എഡ്വേർഡ് സെർജനും ഇതിനെപ്പറ്റി പറഞ്ഞുള്ളൂ. പക്ഷേ 1866 ഡോക്ടർ ഡൗൺ ഇതിനെപ്പറ്റി വിശദമായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ അത് വന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളത് പബ്ലിഷ് ചെയ്തത്തോളം കാലം അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ഫൈൻഡിങ്സ് ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്തെങ്കിൽ, മെഡിക്കൽ പ്രൊഫഷൻ അല്ലെ മറ്റ് പബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ, അതിനൊരു അംഗീകാരം കിട്ടത്തുള്ളൂ. ഈ ക്രോമസോമിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് 1959 ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ഡൗൺ സിൻഡ്രോം എന്നൊരു അവസ്ഥ വരുന്നതിനെ പറ്റി ജെറോം ജി ലൂയി മാരി ലെജു എന്നുള്ള ഒരാളാണ് അത് ഡിസ്ക്രൈബ് ചെയ്തത്. കഴിഞ്ഞ കൊല്ലം അതിന്റെ 60ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു. അയാളൊരു ഫ്രഞ്ച് ഹ്യൂമൻ ജെനറ്റിസ്റ്റ് ആയിരുന്നു. ഇതാണ് ഡോക്ടർ ഡൗൺ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ പേപ്പർ, ഒബ്സർവേഷൻസ് ഓഫ് എൻ എത്നിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷമാണ് ഈ ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഇഡിയറ്റ്സ് എന്നും എത്നിക് ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഈ ഒരു പേപ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഡൗൺ സിൻഡ്രോം എന്നൊരു പേര് വന്നിരിക്കുന്നത്. ഇനി നമ്മളെ ഒരു എങ്ങനെയാണ് മെന്റൽ റിട്ടാർഡേഷൻ എന്നുള്ളതാണ് പണ്ട് മുതലേ എം ആർ കുട്ടികൾ, ഡൗൺ മാത്രമല്ല എല്ലാം ആ ഒരു രീതിയിലാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. പക്ഷെ അത് തീരെ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കാണ്. മെന്റൽ റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ ഒരു റിലേറ്റീവ് ടേമാണ്. നമ്മളെക്കാട്ടിലും ബുദ്ധിയുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മെന്റലി റിട്ടാർഡഡ് ആണ്. ഒരു നോർമൽ ക്ലാസ്സിലാണെങ്കിൽ 120 മുതൽ 80 വരെ IQ ഉള്ള കുട്ടികളുണ്ട്. അപ്പം 80 IQ ഉള്ള ഒരാളോ 120 ആളോട് നോക്കുകയാണെങ്കിൽ മെന്റലി റിട്ടാർഡഡ് ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ IQ 160 ആയിരുന്നു. അപ്പം നമ്മളൊക്കെ മെന്റലി റിട്ടാർഡഡ് ആണ്. അപ്പൊ ഇതൊരു റിലേറ്റീവ്, ഒരു കമ്പാരിറ്റീവ് ടേമാണ്. അപ്പോൾ ഒരു കാരണവശാലും ആരെയും തന്നെ മെന്റലി റിട്ടാർഡ് എന്ന് പറയാൻ പാടില്ല, ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ഇപ്പോഴും പലയിടത്തും എം ആർ എന്നുള്ളൊരു ടേം ഉണ്ട്. അത് പതുക്കെ മാറി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ദേ ഷുഡ് ബി ഐഡലി കോൾഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ, വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികൾ, എക്സെപ്ഷണൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഇന്റലക്ച്വലി ചാലഞ്ച്. ഈ വാക്കുകളൊക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അക്സെപ്റ്റഡ് ആയിട്ട് ഉള്ള യൂസ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ്. കാരണം എല്ലാം ഫിസിക്കൽ ഡിസബിലിറ്റി, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആ ഒരു ടെർമിനോളജി വെച്ചിട്ടാണ് നോമൻക്ലേച്ചർ പോകുന്നത്. അപ്പൊ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള അക്സെപ്റ്റഡ് ടേം. ID പുതിയ ഇതിനകത്തൊക്കെ ID എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, പേഴ്സൺ വിത്ത് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ചൈൽഡ് വിത്ത് ഡൗൺ സിൻഡ്രോം, ബോയ് വിത്ത് ഡൗൺ സിൻഡ്രോം അല്ല ഗേൾ വിത്ത് ഡൗൺ സിൻഡ്രോം എന്നാണ് ഉപയോഗിക്കുന്നത്. ഡൗൺ സിൻഡ്രോം ചൈൽഡ്, ഡൗൺ സിൻഡ്രോം പേഴ്സൺ എന്നുള്ളതല്ല. കാരണം ഇവർക്ക് ആ വ്യക്തിക്കാണ് ഇമ്പോർട്ടൻസ്, ഡൗൺ സിൻഡ്രോമിനല്ല ഇമ്പോർട്ടൻസ്. പക്ഷേ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തി എന്ന് പറയാം, അത് കുഴപ്പമില്ല. ഉള്ളതെന്ന് പറയണം, ഇതൊരു രോഗാവസ്ഥയല്ല, ഇതൊരു അവസ്ഥയാണ്, രോഗമല്ല. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരെ പറ്റി പറയുമ്പോൾ ഇതൊരവസ്ഥ, ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥ ഉള്ള വ്യക്തികൾ. പലപ്പോഴും പലയിടത്തും പറയാറുണ്ട് ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾ. ഇതൊരു ബാധയല്ല, ഡൗൺ സിൻഡ്രോം എന്ന രോഗമുള്ള കുട്ടികൾ. ഇപ്പോഴും ഈ ഒരു മാസം ഞാൻ പലയിടത്തും പല പേപ്പറിലും ഇതൊക്കെ കണ്ടതിനകത്തൊക്കെ ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾ എന്ന് പറയുന്നുണ്ട്.
ഇത് ബാധിച്ചതല്ല, ഇതൊരു രോഗമല്ല, ഇതൊരു അവസ്ഥയാണ്. 21ാമത്തെ ക്രോമസോമിൽ 3 സെറ്റ് ഉള്ളതുകൊണ്ട് വരുന്ന ഒരു അവസ്ഥ. ഇനി ഒന്നുകൂടി എടുത്ത് പറയാം, സാധാരണ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരു സ്ത്രീ പുരുഷനുള്ള വ്യത്യാസം എക്സും XY എന്നാണ്. അതാണ് അവസ്ഥ. അതേസമയത്ത് എക്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ XY വ്യത്യാസമാണ്. അതുകൊണ്ട് അതൊരു അസുഖം എന്ന് പറയാൻ പറ്റത്തില്ല. സ്ത്രീയോട് കമ്പയർ ചെയ്യുമ്പോൾ പുരുഷനൊരു അസുഖമല്ല, പുരുഷനോട് കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീ ഒരു അസുഖമല്ല, അതൊരു അവസ്ഥയാണ്. XY ക്രോമസോമിന് പകരം 21-ല് 3 സെറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു രോഗമല്ല, ഇതൊരു അവസ്ഥയാണ്. ഇതിന്റെ ഇൻസിഡൻസ് നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 130 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ആ ഒരു പ്രപ്പോർഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 1:800 അല്ലെങ്കിൽ 1:766 വരുവാണെങ്കിൽ ദേ വിൽ ബി അബൌട്ട് 16 ലക്ഷം കുട്ടികൾ അല്ലെങ്കിൽ വ്യക്തികൾ ഡൗൺ സിൻഡ്രോം ഉള്ള നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇത് വലിയൊരു നമ്പറാണ്. ഈ എല്ലാ കൊല്ലവും 23,000 മുതൽ 29,000 വരെ കുട്ടികൾ ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയിൽ ഇന്ത്യയിൽ ജനിക്കുന്നുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഖ്യയാണ്. ഇത് ഒരു എസ്റ്റിമേറ്റഡ് കണക്കാണ്, കറക്റ്റ് കണക്കുകൾ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് ആ റേഷ്യോ വെച്ച് നോക്കുമ്പം ഇത്രയും അധികം കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിലും ഇതിന് മോസ്റ്റ് നിഗ്ലക്റ്റഡ് ഡിസോർഡർ, കാരണം കോമണസ്റ്റ് ക്രോമസോമൽ ഡിസോർഡർ ആണ്. വളരെ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡിസോർഡർ ആണ്. അത് മൈൽഡ് ടു മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വളരെ പരിമിതമായിട്ടുള്ളൊരു ഡിസബിലിറ്റിയാണ് ഭൂരിപക്ഷം പേരിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈസ് എ മോസ്റ്റ് നിഗ്ലക്റ്റഡ്. പല കാരണവശാൽ പലതുകൊണ്ടും ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഇനി മെന്റൽ റിട്ടാർഡേഷൻ ആദ്യമേ മുദ്ര കുത്തിപ്പോയി. പിന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പണ്ട് ഞാൻ ഒരാളോട് ചോദിച്ചപ്പം പറഞ്ഞ ആള് അത് നിങ്ങൾ സിൻഡ്രോം എന്നല്ലേ പറയുന്നത്, സിൻഡ്രോം എന്ന് പറയുമ്പോൾ അതിന് വ്യക്തതയില്ല, അതുകൊണ്ടാണ് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ഇതിന് പേര് കൊടുക്കുന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇതിനെപ്പറ്റി വലിയ വിവരമില്ല എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇറ്റ് ഇസ് എ മോസ്റ്റ് നിഗ്ലക്റ്റഡ് എമംഗ് പ്രാക്ടീസിങ് ഫിസിഷ്യൻസ്. പണ്ടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, അത് ഡോക്ടേഴ്സ് ആയാലും ശരി, തെറാപ്പിസ്റ്റ് ആയാലും ശരി, ടീച്ചേഴ്സ് ആയാലും ശരി, ഇതൊരു ഡൗൺ സിൻഡ്രോം കേസാണ്, അതിനകത്ത് ഒന്നും ചെയ്യാനില്ലെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കൊടുത്ത് ഈ ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ത്രീക്ക് മരുന്ന് കൊടുത്ത് പുരുഷനാക്കാൻ പറ്റത്തില്ല, പുരുഷന് മരുന്ന് കൊടുത്ത് സ്ത്രീയാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ചികിത്സയില്ല എന്നുള്ളതല്ല, മരുന്ന് കൊണ്ട് ചികിത്സയില്ല എന്ന് മാത്രമാണ്. പക്ഷെ പലപ്പോഴും ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ ഒരു തെറ്റായ മെസ്സേജാണ് ജനങ്ങളിലേക്ക് പോകുന്നത്. കാരണം ഇതിന് യാതൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ളത് എന്ത് വേണേൽ ചെയ്തോ എന്നുള്ളതാണ്. നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരിയായ ഒരു കുട്ടി ഇതിനൊന്നും ചെയ്യാനില്ലെന്ന് നമ്മൾ എങ്ങനെയാണ് അവരുടെ മുഖത്ത് നോക്കി പറയുന്നത്? പലതും ചെയ്യാനുണ്ട്. നമുക്കിതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇനി മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത്, മാനേജ്മെന്റ് പറഞ്ഞാൽ നമ്മൾ ഡയഗ്നോസിസ് വരും, അതിന് ഇൻവെസ്റ്റിഗേഷൻസ് വരും, പിന്നെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ വരും. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പം സാധാരണഗതിയിൽ നമ്മൾ കാരിയോടൈപ്പിംഗ് ആണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ ആദ്യമായിട്ട് ഒരു കൺഫർമേഷൻ ആയിട്ട് വരുന്നത്. കാരിയോടൈപ്പിംഗ് ഇല്ലാതെ തന്നെ ഇവരുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ ഇതൊരു ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ധാരാളം കുട്ടികളെ കാണുന്ന ഡോക്ടർമാർക്കും അതല്ല മറ്റ് ഈ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയെ കണ്ട ഒറ്റ നോട്ടത്തിന് മനസ്സിലാവും ഇതൊരു ഡൗൺ സിൻഡ്രോം ആണെന്നുള്ളത്. പക്ഷേ എന്തിന് കാരിയോടൈപ്പിംഗ് ചെയ്യുന്ന പിന്നെ ചോദ്യം വരുന്നത്. കാരണം ഞാൻ എടുത്തു പറയാൻ കാരണം പണ്ടൊരിക്കൽ ഇപ്പം അത്രയും പ്രയാസമില്ല ചെയ്യുന്നതിൽ. പണ്ടൊരിക്കൽ ഞാനൊരു കുട്ടിക്ക് ഒരു കാരിയോടൈപ്പിംഗ് എഴുതി കൊടുത്തപ്പം അവരുടെ ലോക്കൽ ഡോക്ടറെ ചെന്ന് കണ്ടപ്പം ആ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ ഷാജിയോട് എന്ന് പറയാം, ഇത് സ്പോട്ട് ഡയഗ്നോസിസ് ആണ്, കണ്ടവരുടെ മനസ്സിലാവും, വെറുതെ കാരിയോടൈപ്പിംഗ് ചെയ്ത് പൈസ കളയണ്ടെന്നുള്ളത്. ഇപ്പൊ കാരിയോടൈപ്പിംഗ് ചെയ്യുന്നത് കൺഫർമേഷൻ മാത്രമല്ല, കാരിയോടൈപ്പിംഗ് ചെയ്യുന്നത് ഏത് തരം ഡൗൺ സിൻഡ്രോം ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 3 തരം ഡൗൺ സിൻഡ്രോം ഉണ്ട്. അത് ഇന്ത്യയിലുള്ള വ്യത്യാസമുണ്ട്, വിദേശത്തുള്ളത് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തേത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ട്രാൻസ്ലൊക്കേഷൻസ് നമ്മുടെ നാട്ടിൽ കൂടുതലാണ്, കേരളത്തിലും ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലും ട്രാൻസ്ലൊക്കേഷൻസ് കൂടുതലാണ്. നോൺ ഡിസ്റ്റൻഷനാണ് സാധാരണ കാണുന്നത്. മൊസൈക്ക് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതിനകത്ത് ചില സെല്ല് കോശങ്ങളൊക്കെ നോർമലായിരിക്കും, ചിലത് മാത്രമേ അബ്നോർമൽ ആയിരിക്കത്തുള്ളൂ. അപ്പൊ ഇവരുടെയൊക്കെ റെസ്പോൺസ് വ്യത്യാസം ഉണ്ടാവും. ഇവരെല്ലാം കാഴ്ചയ്ക്ക് ഒരുപോലെ ഇരിക്കും, കണ്ടതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇവർ ഏത് ടൈപ്പിലാണെന്നുള്ളത്. പിന്നെ ഇനി എൻ്റെ കൂടെ വന്നിട്ടുള്ള ഏകദേശം ഒരു 800-900 കുട്ടികളുണ്ട്. അതിനകത്ത് ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഡൗൺ സിൻഡ്രോം ആണെന്ന് തോന്നത്തില്ല, പക്ഷേ കാരിയോടൈപ്പിംഗ് പോസിറ്റീവാണ്. അപ്പൊ കണ്ടാൽ നോർമലായിട്ടിരിക്കും. ഇത് അപൂർവമായിട്ട് വരുന്ന കാര്യങ്ങളാണ്, പക്ഷേ അവർക്ക് വേണ്ട കാര്യങ്ങൾ അപ്പം മിസ് ചെയ്ത് പോകരുത്. ഒരു കുട്ടി ഏകദേശം ഡൗൺ സിൻഡ്രോം പോലെയാ തോന്നുന്നത്. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തതാണ്. പക്ഷേ ഇന്റലിജൻസും മറ്റു കാര്യമൊക്കെ നന്നായി കാരിയോടൈപ്പിംഗ് ചെയ്തപ്പം അത് നോർമലാണ്. കാഴ്ചയിൽ ഡൗൺ സിൻഡ്രോം, പക്ഷേ
അല്ലാത്ത രീതി നോക്കുമ്പോൾ നോർമലാണ്. അതിപ്പം ചൈനീസുകാരെ അവരൊക്കെ കണ്ടാൽ ഏകദേശം ഡൗൺ സിൻഡ്രോമിന്റെ ലക്ഷണമുണ്ട്, അവർക്ക് ബുദ്ധിപരമായിട്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കാരിയോടൈപ്പിംഗ് ഇപ്പം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം അത് കൗൺസിലിങ്ങിന് ആവശ്യമാണ്, അത് കൺഫർമേഷൻ ആവശ്യമാണ്, മുമ്പോട്ടുള്ളത് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനും ഈ കാരിയോടൈപ്പിംഗ് ചെയ്യുന്നത് ആവശ്യമാണ്. കൂടാതെ എന്തുകൊണ്ടാണ് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്? ഇവരിൽ പലർക്കും കേൾവിക്ക് പ്രയാസമുണ്ട്. അത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം കൊണ്ടാകാം, ജന്മനാ ഉള്ള ഞരമ്പിന്റെ പ്രശ്നം ഉണ്ടാകാം, അതല്ലെങ്കിൽ പിന്നീട് അവരുടെ യൂസ്റ്റേഷൻ ട്യൂബ്, അതിനുള്ള ചെവിക്കകത്തുള്ള ട്യൂബ് അടഞ്ഞിട്ട് കേൾവിക്ക് പ്രയാസം വരാം. അപ്പൊ ഈ കേൾവിക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അവരുടെ സ്പീച്ചിനെ എന്തായാലും ബാധിക്കും. അല്ലെങ്കിൽ തന്നെ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് സ്പീച്ചിന് ഒരു ചെറിയ പ്രയാസം ഉണ്ട്, കാരണം കുറച്ച് ഡിലേഡ് ആണ്. അവർക്ക് ആർട്ടിക്കുലേഷൻ കുറച്ച് പ്രയാസമാണ്, അതായത് വാക്കുകൾ പറയാന്, നാക്ക് വളച്ച് സംസാരിക്കാന്, ആ വക കാര്യങ്ങൾ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് സ്പീച്ചിലൊരു പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ കൂടെ ഹിയറിംഗ് ഇമ്പയർമെന്റ് കൂടെ ഉണ്ടെങ്കിൽ സ്പീച്ച് കൂടുതൽ ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് നോക്കുന്നത് അറ്റ് ബർത്ത് OAE എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും. അത് പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണെങ്കിൽ തന്നെ 6 മാസത്തിന് മുമ്പായിട്ട് ബേറ ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഹിയറിംഗ് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. അത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തെറാപ്പിയിലോട്ടാണ് പിന്നെ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് തൈറോയിഡിന്റെ ഫംഗ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കൊരു 800 പിള്ളേരെ അനലൈസ് ചെയ്തതിൽ ഒരു 35-40% കുട്ടികൾക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്. ചിലർ ജനിക്കുമ്പോൾ തന്നെ ഉണ്ട്, ചിലർ കുറച്ച് കഴിയുമ്പോഴാണ് വരുന്നത്, ചിലർ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകുന്നു, ചിലർ ഇടയ്ക്ക് വന്ന് മാറിപ്പോകുന്നു. അപ്പൊ തൈറോയിഡിന്റെ പ്രശ്നം ധാരാളം കാണുന്നുണ്ട്. തൈറോയിഡ് ഹോർമോണിന്റെ അഭാവത്തിൽ തലച്ചോറിന്റെ ബ്രെയിനിന്റെ വളർച്ചയെ ബാധിക്കും. അപ്പൊ ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഓൾറെഡി ബ്രെയിൻ ഡെവലപ്മെന്റ് കുറച്ച് പതുക്കെയാണ്. അതിൻ്റെ കൂടെ ഹൈപ്പോ തൈറോയിഡിസം കൂടെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിലാക്കും. അതുകൊണ്ട് തൈറോയിഡിന്റെ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് ബർത്ത് ചെയ്യും, കുഴപ്പമില്ലെങ്കിൽ 6 മാസം, അതും കുഴപ്പമില്ല 1 വയസ്സിൽ, പിന്നെ ഓരോ വയസ്സിൽ ഒരു 5-6 വയസ്സ് വരെ. ഇതും പലപ്പോഴും പലരും ചോദിക്കുന്നത്, ഡോക്ടർ 6 മാസം മുമ്പ് ചെയ്തല്ലേ, പിന്നെ എന്തിനാ ഞങ്ങളെ കൊണ്ട് വെറുതെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുള്ളത്? ഇതിന്റെ കാരണം ഇതാണ്. കാരണം 5-6 വയസ്സ് വരെ എടുക്കും ബ്രെയിനിന്റെ ഫുൾ ഡെവലപ്മെന്റ് എടുക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഹൈപ്പോതൈറോയിഡിസം വന്നാൽ അത് അവരുടെ ആ ഒരു അവസ്ഥ കൂടുതൽ പ്രശ്നം ആക്കും എന്നുള്ളതാണ്. കാർഡിയാക് ഡിഫക്ട്സ് 60% കുട്ടികൾക്ക് കാർഡിയാക് പ്രശ്നമുണ്ട്. ചിലർക്ക് വളരെ മൈൽഡായിട്ടാണ്, 1 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് മാറിക്കിട്ടും. ചിലർക്ക് വളരെ സിവിയർ ആണ്, അത് അപ്പോൾ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭാവിയിലേക്ക് പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ റുട്ടീനായിട്ട് നമ്മൾ കാർഡിയാക് ഡിഫക്ട്സ് സ്ക്രീൻ ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങൾ വല്ലതും ഉള്ളതാണെങ്കിൽ അപ്പം തന്നെ അത് ഹാൻഡിൽ ചെയ്യും. അല്ലാത്തവരെ 1 വയസ്സോ 2 വയസ്സോ വരെ ഫോളോ അപ്പ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ ക്ലോസ് ചെയ്ത് പോയെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റ് പല മെഡിക്കൽ പ്രോബ്ലംസും ഉണ്ട്. അന്നനാളത്തിൽ ഇറക്കാനുള്ള പ്രയാസമുണ്ട്, കാഴ്ചയ്ക്കുള്ള പ്രയാസമുണ്ട്, ENT ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റുകൾ ആവശ്യമാണ്. അത് തുടക്കത്തിൽ തന്നെ സ്ക്രീൻ ചെയ്ത് വേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ, എന്താണ് ഈ കുട്ടിയുടെ അവസ്ഥ എന്നുള്ളത്. പിന്നെ നേരത്തെ ഞാൻ കാരിയോടൈപ്പിന്റെ കാര്യം പറഞ്ഞു. ആ കാരിയോടൈപ്പിന്റെ അവസ്ഥ വെച്ചിട്ടാണ് അടുത്ത പ്രഗ്നൻസിയിൽ കുട്ടിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടോ, അടുത്ത പ്രസവം എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു കൗൺസിലിംഗ് പറയുകയാണെങ്കിൽ ആ ഒരു അവസ്ഥ വേണ്ടി വരും. കാരിയോടൈപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ചിലതിൽ റിസ്ക് കുറവാണ്, ചില കാരിയോടൈപ്പാണ് റിസ്ക് വളരെ കൂടുതലാണ്. പിന്നെ എല്ലാ അവസ്ഥകളും അല്ലെങ്കിൽ അസുഖങ്ങളും എല്ലാത്തിനും നമ്മളിപ്പം ഒരു മൾട്ടി ഡിസിപ്ലിനറി മാനേജ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബേസിക്കലി ഒരു പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ, പ്രായം ചെന്ന വ്യക്തിയാണ് ഒരു ഫിസിഷ്യൻ, അല്ലെങ്കിൽ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലാണ് ഒരു പീഡിയാട്രീഷ്യന്റെ നേതൃത്വത്തിലാണ് ഇത് നടത്തിക്കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ ഒരു കാർഡിയോളജിസ്റ്റിന്റെ അഭിപ്രായം വേണ്ടി വരും, ഹാർട്ടിന്റെ സ്ഥിതി എങ്ങനെയാണെന്ന് അറിയേണ്ടി വരും, കണ്ണ് ഒഫ്താൽമോളജിസ്റ്റ്, ഇവർക്ക് പലർക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് ചെറിയ പ്രയാസം ഉണ്ടാകുന്നുണ്ട്, സ്പെക്സ് ഉപയോഗിക്കേണ്ടി വരും. സ്പെക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അതിനെ തരണം ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിലേ പലർക്കും അറിയത്തുള്ളൂ. കാരണം കുട്ടികൾ വന്ന് പറഞ്ഞ് ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ പ്രയാസമായിരിക്കും. ENT സർജൻ, ചെവിയിലുള്ള ഇൻഫെക്ഷൻസ് സാധ്യതയുണ്ട്, ചെസ്റ്റ് ഇൻഫെക്ഷൻ സാധ്യതയുണ്ട്. ഇവർക്ക് കുറച്ച് പ്രതിരോധ ശക്തി ആദ്യം ഒക്കെ കുറവായിരിക്കും. അപ്പോൾ വിട്ടുവിട്ട് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സഹായം വേണ്ടി വരും. അഥവാ ഈ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം കിട്ടുന്നില്ലെങ്കിൽ ആ പീഡിയാട്രീഷ്യൻ അല്ലെ ഫിസിഷ്യൻ തന്നെ ഇതൊരു പരിധി വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞങ്ങളിവിടെ റുട്ടീനായിട്ട് ഇവരെ കൊണ്ട് എല്ലാവരെയും കാണിക്കും. കാരണം ഒരു അതിന്റെ മാനേജ്മെന്റ് പക്ക ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അവരെ കിട്ടാൻ പ്രയാസമാണെങ്കിൽ പരിശോധിച്ച് നോക്കിയിട്ട് ആവശ്യമുള്ളതിനെ മാത്രം റെഫർ ചെയ്താലും മതി. ഓർത്തോപീഡീഷ്യൻ, എല്ലിന് കഴുത്തിന്റെ നട്ടലിലെ പ്രയാസങ്ങൾ ഉണ്ട്, അറ്റ്ലാന്റോ ആക്സിൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയും. അത് പെട്ടെന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്യാനൊരു അവസ്ഥയുണ്ട്. ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിൽ നിന്ന് കാർപ്പോട്ട് തളർന്നു പോകാം. അവരുടെ ഒപ്പീനിയൻ വേണ്ടി വരും. പല്ലിന്റെ ഡോക്ടർ, പിന്നെ മോണയുടെ വലിപ്പക്കുറവാണ്, പല്ല് പക്ഷെ 32 ഉണ്ട്. അപ്പൊ ആ മോണ വീഴുന്നത്, പല്ല് വീഴുന്നതും ആയിട്ട് അലൈൻമെന്റ് ചെറിയ വ്യത്യാസം വരും.
അപ്പൊ അതുകൊണ്ട് പല്ല് ചീത്തയാകാനുള്ള കാര്യങ്ങൾ സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഉള്ളത് ഡയറ്റ് ആൻഡ് എക്സസൈസ്. ഭക്ഷണം ആദ്യകാലങ്ങളിൽ ഒരു ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ ഒരു 4-5 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്ത് കൊടുത്താലും കഴിച്ചോളും, എത്ര കൊടുത്താലും കഴിച്ചോളും. നോ എന്നൊരു പദം അവർക്ക് ഇല്ല. അപ്പം എക്സസൈസും കുറവാണ്, ശാരീരികമായിട്ട് വണ്ണവും വെക്കും, ടിവിയും പാട്ടും കണ്ട് സുഖമായിട്ട് ഇരിക്കുന്ന ഒരു കൂട്ടം ജനമാണ്. അപ്പം ശരീരം അനങ്ങുന്നുമില്ല, ഭക്ഷണവും കൂടുതൽ കഴിക്കുന്നു, ഒബീസിറ്റിയിലേക്ക് പോകുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രം പ്രയാസം വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അവരുടെ സന്ധിവേദനകൾ വരുന്നു, അവരുടെ നടത്തത്തെയും അവരുടെ വ്യായാമത്തെയും അവരുടെ ഓട്ടത്തെയും എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമാണ്. ഈ പറഞ്ഞ ബേസിക് ഡോക്ടർക്ക് കൗൺസിലിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഉപദേശം തേടാം. എന്താ ചെയ്യേണ്ടത്, എക്സസൈസ് എങ്ങനെയാണ് വേണ്ടത്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ജനറ്റിക് കൗൺസിലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെയാണ് മുമ്പോട്ട് നടത്തിക്കൊണ്ടുപോകേണ്ടത്. ആന്റിനേറ്റൽ ഡയഗ്നോസിസ്, പ്രസവത്തിന് അടുത്ത കുട്ടി ജനിക്കുന്നതിന് മുമ്പായിട്ട് എപ്പോഴൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെയാണ് നോക്കേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടത്, അതിനെപ്പറ്റി ഒരു കൗൺസിലിങ്ങും ഇതിന് ആവശ്യമാണ്. അപ്പൊ മാനേജ്മെന്റ് ഇതെല്ലാം വരും. ഈ ഒരു കുട്ടിയുടെ ട്രീറ്റ്മെന്റ് എന്നുള്ള മാത്രമല്ല, ആ കുടുംബത്തിന് തന്നെ ഒരു ചികിത്സയാണ് വേണ്ടത്. പിന്നെ ഇന്റർവെൻഷണൽ തെറാപ്പി, ഇതാണ് ഇതിനുള്ള ചികിത്സ. അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെഡിക്കലായിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ ചികിത്സിക്കുക എന്നുള്ളതാണ്. തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, തൈറോയിഡിന് മരുന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഹാർട്ടിന് പ്രശ്നമുണ്ട്, അതിന് മരുന്ന് കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് കമ്പൽസറി ആയിട്ട് എല്ലാവർക്കും വേണ്ടി ഒരു അവസ്ഥയാണ്. അത് നമ്മൾ സ്ട്രെസ് ചെയ്യണം. കാരണം നമ്മുടെ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം ഒരു മരുന്ന് കറക്റ്റായിട്ട് കഴിക്കാൻ പറഞ്ഞ ഭംഗിയായിട്ട് കഴിക്കും. പക്ഷെ ഒരു 3 മാസം തെറാപ്പി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ 1 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ അതങ്ങ് ബ്രേക്ക് വരും. അപ്പോൾ ഫിസിക്കൽ തെറാപ്പി, ഓക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച്, ഇത് 3 ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. ഫിസിയോതെറാപ്പി ആവശ്യമാണ്, കാരണം പേശികൾക്ക് ബല കുറവാണ്, സന്ധികൾക്ക് ഉറപ്പുമില്ല, ലാക്സ് ജോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് പുറകോട്ടായിരിക്കും. ഒന്നും ചെയ്തില്ലേ തന്നെ എൻ്റെ ഭൂരിപക്ഷം പിള്ളേരെല്ലാം ഒരു 3-3.5 വയസ്സാകുമ്പോഴത്തേക്ക് നടന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ തെറാപ്പി ചെയ്യുന്നതെന്ന് ചോദിക്കാം. നമ്മളൊരു ഒരു മൈൽ സ്റ്റോൺ ഒന്ന് അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ പിന്നെ അടുത്ത മൈൽ സ്റ്റോണിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ കഴുത്ത് ഉറച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ പിന്നെ കമന്ന് വീഴുന്നതിനെ പറ്റി പറ്റത്തുള്ളൂ. പിന്നെ ഇരിക്കാന്, നടക്കാന് എല്ലാം വരുന്നത്. അപ്പം ഈ തെറാപ്പിയുടെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ ഡെവലപ്മെന്റ് മുമ്പോട്ട് നീങ്ങുന്നത്. കറക്റ്റായിട്ട് ജനിക്കുമ്പോൾ മുതലേ തെറാപ്പി കൊടുക്കുന്ന പിള്ളേർക്ക് ഒരു 1-1.5 വയസ്സാകുമ്പോഴത്തേക്ക് മിക്ക കുട്ടികളും നല്ല ഭംഗിയായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഓക്യുപ്പേഷണൽ തെറാപ്പി വെച്ചാൽ കുട്ടിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രാപ്തിയാക്കി കൊടുക്കുക. അതായത് സ്വയം ബട്ടൺസ് ഇടുക, പല്ല് തേക്കുക, ഭക്ഷണം ചവച്ചിറക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു അവസ്ഥ, സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൽ എത്തിക്കുന്നതാണ് ഓക്യുപ്പേഷണൽ തെറാപ്പി. സ്പീച്ച് തെറാപ്പി, ഞാൻ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ് സ്പീച്ച് തെറാപ്പി. കാരണം മറ്റേതൊക്കെ കുറേയൊക്കെ അല്പസ്വല്പ തെറാപ്പികളുണ്ടോ അല്ലെങ്കിൽ ഇതില്ലാതെ തന്നെയൊക്കെ കുറെ എത്തിച്ചേരും. പക്ഷെ സംസാരശേഷി, ഇത് കുറച്ച് വർഷങ്ങളുള്ള തെറാപ്പി കൊടുത്താൽ മാത്രമേ ആ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. നാക്ക് വളച്ച് സംസാരിക്കാൻ ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും പറ്റുന്ന ഈ തെറാപ്പികളൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര ഉത്സാഹത്തോടുകൂടി ഉശിരോടുകൂടി എടുക്കും. പക്ഷെ കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫോളോ അപ്പ് ഇല്ല. ഒരു 5-6 മാസം കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡോക്ടറെ ഞങ്ങളുടെ വീട്ടിലൊരു മരണം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് നിർത്തി. അല്ലെങ്കിൽ മറ്റേ മൂത്താൾക്ക് പനി ഉണ്ടായിരുന്നു, മൂത്താൾക്ക് സ്കൂളിൽ പരീക്ഷയായിരുന്നു, കുറച്ച് കല്യാണങ്ങളുണ്ടായിരുന്നു, അപ്പൊ ഇതങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഡോക്ടർ കഴിഞ്ഞ് മരുന്ന് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് മരുന്നാ? ബി കോംപ്ലക്സ് എല്ലാം ആയിരിക്കും. അപ്പൊ ഇവിടെയാണ് നമുക്ക് വരുന്ന ഒരു ചാലഞ്ചിന്റെ ഒരു മേജർ ഭാഗം. സ്പീച്ച് തെറാപ്പി കുറച്ച് വർഷങ്ങളോളം കൊടുത്താൽ മാത്രമേ ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. അത് നമ്മൾ പ്രത്യേകം അവരോട് പറയണം. പെട്ടെന്നൊരു മാജിക് തെറാപ്പി കിട്ടത്തില്ല. ഈ സ്പീച്ച് തെറാപ്പി ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയൊക്കെ ഇവരെ കൊണ്ട് സംസാരിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ പിന്നീട് വേൾഡ് ഡൗൺ സിൻഡ്രോം കോൺഗ്രസ് ഞാൻ ഒരു 3-4 അറ്റൻഡ് ചെയ്യാനുണ്ടായി. അന്നേരം മനസ്സിലാക്കിയത് അവിടെയുള്ള സ്പീക്കേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയുള്ള കുട്ടികളാണ്. അതും ഇംഗ്ലീഷ് നല്ല ഭംഗിയായിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ സായിപ്പിന്റെ ഇംഗ്ലീഷ് ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ പ്രയാസമായിരിക്കും, മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ ഇവർ നല്ല സ്ഫുടതയോടുകൂടിയിട്ട് ഇവർക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ 1-2 പേരൻസിനെ കണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് നിങ്ങളെ കുട്ടിയെ സംസാരിപ്പിക്കാൻ സാധിച്ചത്? അപ്പൊ ഒരു പേരന്റ് പറഞ്ഞത്, 10-12 വർഷം ഞങ്ങൾ തുടർച്ചയായിട്ട് സ്പീച്ച് തെറാപ്പി കൊടുത്തു, അതിനുശേഷമാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ആദ്യത്തെ അത്തരം ഒരു ഇമ്പ്രൂവ്മെന്റ് പിന്നെ അങ്ങോട്ട് കാണത്തില്ല. പിന്നെ ഉള്ളത് സ്ലോ ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും, ആ ക്ലാരിറ്റി ആക്കി എടുക്കുന്നതായിരിക്കും. അപ്പൊ പലപ്പോഴും ഞാൻ ഇവിടെ കണ്ടുവരുന്നത് ആ ഒരു തെറാപ്പിയിൽ വീട്ടിലുള്ളവർക്കെല്ലാം മനസ്സിലാവും, ഇനിയിപ്പോ എന്തിനാ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുന്നത്,
കാരണം വീട്ടിലുള്ളവർക്ക് മനസ്സിലായാൽ പോരാ, അവർക്ക് ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അവർക്ക് മനസ്സിലാകണം. അവർ പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലാകണം. അപ്പൊ തെറാപ്പി കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. പല കാര്യങ്ങൾ പല സ്പീച്ച് തെറാപ്പിസ്റ്റും പ്രയോറിറ്റി ബേസ്ഡ് ആണ്. കുറെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് അവർക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഇഫക്റ്റ് കുറവാണ്. അപ്പൊ ഇപ്പൊ ഏകദേശം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് തെറാപ്പി ചെയ്താൽ മതി എന്ന് പറയും. അവിടെയും ഒരു ബ്രേക്ക് വരികയാണ്. കണ്ടിന്യൂസ് ആയിട്ടല്ലെങ്കിലും അവർ റെഗുലർ ഫോളോ അപ്പ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. ഇത് ഞാൻ വിദേശത്തുള്ള കുട്ടികൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെയും പല കുട്ടികളും ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു കാര്യം നിങ്ങൾ മുടക്കം വിചാരിക്കരുത്. ഇത് ത്രൂ ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെ ബിഹേവിയർ തെറാപ്പിസ്റ്റ്. കാരണം ഇവർക്ക് നമ്മളെപ്പോലെ തന്നെ എല്ലാ പ്രയാസങ്ങളും വികാരങ്ങളും എല്ലാം ഉണ്ട്. ഇവരുടെ കുടുംബത്തിലും പല പ്രയാസങ്ങളുണ്ട്. അപ്പോൾ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം ബിഹേവിയർ തെറാപ്പിസ്റ്റും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ സൗകര്യപ്പെടുന്ന അവസ്ഥകളിൽ അത് ആവശ്യമുള്ളപ്പോൾ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും. സോഷ്യൽ വർക്കറും സപ്പോർട്ട് ഗ്രൂപ്പും. സോഷ്യൽ വർക്കറുടെ ആവശ്യം നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് കുറച്ച് അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ആയി വരുന്നത്. കാരണം ഇതൊരു സോഷ്യൽ പ്രോബ്ലമാണ്, ഒരു ഫാമിലിയിലുള്ള ഒരു പ്രോബ്ലമാണ്. ആ വ്യക്തി മാത്രം ചികിത്സിച്ചാൽ പോരാ, ആ കുടുംബ അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കണം. കുടുംബത്തിൽ മറ്റു കുട്ടികൾ കാണും, അവരും ഈ കുട്ടിയായിട്ട് എങ്ങനെയാണ് പോകുന്നത്, ആ ഫാമിലിയിലുള്ള മറ്റുള്ളവരായിട്ട് എങ്ങനെയാണ് കാണുന്നത്, അവർക്ക് എന്തൊക്കെയാണ് പ്രയാസങ്ങളുള്ളത്, അതെങ്ങനെ തരണം ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ രീതിയിൽ ആ ഫാമിലിക്ക് സപ്പോർട്ട് വേണം. അപ്പം ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഒരു സപ്പോർട്ട് ഗ്രൂപ്പാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് കോഴിക്കോട്ട് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ മാസവും 2ാം ഞായറാഴ്ച 3 തൊട്ട് 5 വരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുനിന്ന് പല കാര്യങ്ങൾ ഇതിനുവേണ്ടി ചെയ്തതിലും വെച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളത് ഈ സപ്പോർട്ട് ഗ്രൂപ്പാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. കാരണം ഡോക്ടർമാർ പലതും പറഞ്ഞിട്ട് പോകും, പക്ഷേ ആ ഗ്രൂപ്പിലുള്ള ഒരു ഒത്തുചേരലെന്ന് മനസ്സിലാവും. അതല്ല, ഞങ്ങളെ പോലെ ധാരാളം ആളുകളുണ്ട്, അവർ പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ധൈര്യമാണ്. ശരി, ഇതാ ഈ കുട്ടിയെ കണ്ടോ, ഈ കുട്ടിക്ക് ഇന്നൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ സപ്പോർട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് വളരെ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഏർലി ഇന്റർവെൻഷനെ പറ്റി ഞാൻ പറഞ്ഞു. ഹൗ ഏർലി എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. എപ്പോഴാണ് നമ്മൾ ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. 3 മാസം എന്നാണ് സാധാരണഗതിയിൽ ലിറ്ററേച്ചറിൽ പറയുന്നത്. 3 മാസം ആകുമ്പോഴത്തേക്ക് ഏർലി ഇന്റർവെൻഷൻ തുടങ്ങിയിരിക്കണം എന്നാണ്. പക്ഷേ പല തെറാപ്പിസ്റ്റുകളും ഡോക്ടർമാരും പ്രത്യേകിച്ച് വിദേശത്തുള്ളവർ ഓൺ ഡേ 1 ആദ്യം കുട്ടിയെ കാണുന്ന അന്ന് വേണം തുടങ്ങാനായിട്ട്. ആദ്യം കുട്ടിയെ കാണേണ്ടത് എപ്പോഴാണ്? ജനിച്ചാൽ എത്രയും പെട്ടെന്ന് കാണണം എന്നുള്ളതാണ്. കാരണം അത് അന്നേരം ഉടനെ ഒരു കാര്യമായിട്ട് തെറാപ്പി കൊടുക്കാൻ പറ്റില്ലെങ്കിലും ആ കുട്ടിയെ അസസ് ചെയ്യാൻ പറ്റും, അതിന്റെ സെൻസറി ഇന്റഗ്രേഷൻ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ആ പേരൻസ് ആണ് അവരുടെ തെറാപ്പിസ്റ്റ്. ആദ്യം തെറാപ്പിസ്റ്റിന് എപ്പോഴും വന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ പറ്റിയെന്ന് വരത്തില്ല. അപ്പം പേരൻസിനെ പഠിപ്പിച്ചു കൊടുക്കുക എന്തൊക്കെയാണ് ഈ സെൻസറി ഇന്റഗ്രേഷൻ പ്രോഗ്രാം, അവരാണ് ചെയ്യേണ്ടത്. സ്പർശിക്കുക, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മതി. ജോയിന്റ്സ് ഒന്ന് അയച്ചു കൊടുക്കുക, ഈ വക കാര്യങ്ങൾ പേരൻസിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എപ്പം നമ്മൾ കുട്ടിയായിട്ട് കാണുന്നു അപ്പം മുതൽ തുടങ്ങുക, പിന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി. 3 മാസം ആകുമ്പോഴത്തേക്ക് ഒരു ഫെർദർ അസസ്മെന്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഏർലി സ്റ്റാർട്ട്, ഞാൻ നേരത്തെ വിളിച്ച സെൻസറി സ്റ്റിമുലേഷൻ. ടച്ച് മോഡാലിറ്റി, ആ തൊടുന്ന മോഡാലിറ്റി വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ദേഹത്ത് തൊടുന്നുള്ള തൊട്ടെന്ന് എങ്ങനെയാണുള്ളത്? തൊട്ടെന്ന് ഞരമ്പിൽ കൂടി അത് ബ്രെയിനിലേക്ക് പോകുന്നു, ബ്രെയിനിൽ ഒരു സ്റ്റിമുലേഷൻ വരുന്നു. അപ്പൊ എവിടെയാ തൊട്ടെന്ന് മനസ്സിലാവുന്നു. അപ്പൊ ബ്രെയിനിനെ മാക്സിമം സ്റ്റിമുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സംസാരിക്കുക, പാട്ട് പാടിക്കൊടുക്കുക, എന്തെങ്കിലും വായിച്ചു കൊടുക്കുക, ഇതൊക്കെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം അത് നമ്മൾ ഏറ്റവും വേഗത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു 3-4 മാസം 6 മാസം ആകുമ്പോൾ തന്നെ പാട്ട് എപ്പോൾ വേണേലും പാടാം. പാട്ട് എപ്പോഴും ഒരു വലിയൊരു തെറാപ്പിറ്റിക് ടൂളാണ്. ബാക്കി സംസാരിക്കുക, അവരോട് പുസ്തകം വായിച്ച് ചെയ്യിപ്പിക്കുക, അവർക്ക് എത്ര മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ ഒരു സെൻസറി സ്റ്റിമുലേഷനാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. സംഗീതത്തിൽ കൂടി നമ്മുടെ തലച്ചോറിൽ കയറാൻ വളരെ എളുപ്പമെന്ന് പറയുന്നത്. ഇസ്രയേലിലുള്ള ഒരു വലിയൊരു ഡോക്ടർ ഫയർസ്റ്റീൻ ഉണ്ടായിരുന്നു. ഫയർസ്റ്റീൻ്റെ തിയറി പ്രകാരം അദ്ദേഹം ഡൗൺ സിൻഡ്രോമിലല്ല മറ്റു കാര്യങ്ങളിൽ റിസർച്ച് ചെയ്താണ്, പ്രത്യേകിച്ച് വാറിലുള്ള ഹെഡ് ഇഞ്ചുറീസിനെ പറ്റിയാണ് കൂടുതലും പഠിച്ചിട്ടുള്ളത്. അതിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ഷട്ട് ഓഫ് ചെയ്യാൻ ചോദിച്ചു ഓരോന്നായിട്ട് പല കാരണം കൊണ്ട്. അവസാനം അടയുന്ന വാതിലാണ് സംഗീതത്തിന്റെ വാതില്. അപ്പോൾ ബാക്കി വാതിലുകളെല്ലാം അടഞ്ഞാലും ശരി, സംഗീതത്തിൽ കൂടി ബ്രെയിൻ്റെ അകത്തോട്ട് കയറാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിന്റെ അകത്തുകൂടി നമുക്ക് കുട്ടിക്ക് അകത്ത് കയറാൻ പറ്റും, ആരുടെ അകത്ത് കൂടി കയറാൻ പറ്റുന്നത്. അപ്പം സ്പീച്ച് തെറാപ്പിയും ഈ ഒരു സംഗീതം കൂടി ഉള്ളതിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് സംഗീത രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ നമ്മളാളെ തന്നെ നഴ്സറി റൈംസ് ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്, പോയിട്ടില്ല.
അത് പിന്നെ കേട്ടിട്ട് കാണത്തില്ല. പക്ഷെ ഇപ്പോഴും നമ്മളോട് നഴ്സറി റൈം പാടാൻ പറഞ്ഞാൽ പാടാൻ പറ്റും. അപ്പം അത് തലയിൽ കയറിക്കഴിഞ്ഞാൽ പോകാനും പ്രയാസമാണെന്നാണ് പറയുന്നത്. റീഹാബിലിറ്റേഷൻ ഗോൾസ് സെറ്റപ്പ് ചെയ്യുക. അതായത് ഇപ്പൊ കുട്ടി ഇരിക്കണം, ഇരുന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് ചെയ്യണം, പിടിച്ചു നിൽക്കണം, പിന്നെ നടക്കണം. അപ്പം ഗോൾ സെറ്റപ്പ് ചെയ്തിട്ട് ഒരു ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം അടുത്ത ഗോളിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇതിനും റിപ്പീറ്റഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുമായിട്ടുള്ളൊരു കോണ്ടാക്ട് ആവശ്യമാണ്. അപ്പൊ പ്രോബ്ലംസ് നേരത്തെ പിക്കപ്പ് ചെയ്യുക. എന്തുകൊണ്ടാണ് നിൽക്കുന്നില്ലെങ്കിൽ, എന്തുകൊണ്ടാണ്, മസിലിന്റെ മാത്രമാണോ, കാലിന്റെ സന്ധികളുടെ വല്ല കുഴപ്പങ്ങളാണോ, പിന്നെ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഗോൾസ് സെറ്റപ്പ് ചെയ്യുക. ഒരു ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം അടുത്ത ഗോളിലേക്ക് പോവുക. നമ്മൾ 1ാം ക്ലാസ് പാസ്സായതിനു ശേഷം 2ാം ക്ലാസ്സിലേക്ക് പോവുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥ പോലെയാണ്. അല്ല 2ാം ക്ലാസ്സിലെ പഠിപ്പിച്ച ഇടയ്ക്ക് 1ാം ക്ലാസ്സിലെ പഠിപ്പിക്കുന്നില്ല. അപ്പം ഗോൾസ് സെറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് മുമ്പോട്ട് പോവുക. പിന്നെ ഈ തെറാപ്പികളെല്ലാം പ്ലേ ബേസ്ഡ് ആയിരിക്കണം. അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. അവർക്ക് കൂടുതലും അതിന് കളിക്കാനും അതുമായിട്ട് ഇടപഴകാനും ഉള്ള ഒരു കാര്യത്തിലോട്ടായിരിക്കണം ഇവർക്ക് കൊണ്ടുപോകേണ്ടത്. ഓറോഫേഷ്യൽ എക്സസൈസുകളാണ് നേരത്തെ പറഞ്ഞതുപോലെ തെറാപ്പിക്ക് വേണ്ടി വളരെ അത്യാവശ്യമാണ്. നാക്കിന്റെ എക്സസൈസുകൾ, വായടേത്, സ്വോളോയിങ്, ഇറക്കുന്നത്, ഇതെല്ലാം ചെറുപ്പം മുതലേ അവർ പറഞ്ഞാൽ മനസ്സിലാകുന്ന ചെയ്യാൻ പറ്റും. പൊളിക്കാൻ പറഞ്ഞാൽ കുട്ടി പൊളിക്കണം. ആ ഒരു അവസ്ഥ. അല്ലാത്തവർക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ ഒരു തെറാപ്പിസ്റ്റിനാണ് ഇത് എങ്ങനെയാ എന്താ ചെയ്യേണ്ടതെന്ന് പറ്റുന്നത്. കാരണം ഇതിപ്പോ ഇത്ര എടുത്തു പറയാൻ കാരണം ഒരു മാതാവിനോട് ഇത് പറഞ്ഞാൽ ഡോക്ടറെ ഞങ്ങൾ 1-2 പ്രാവശ്യം പോയി, അവർ ചെയ്യുന്ന പോലെ ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഒക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. ഞാൻ 1-2 പ്രാവശ്യം സ്കൂളിൽ പോയി, അവർ ABCD പഠിപ്പിച്ചു, അതുപോലെ ഞാനും ABCD പഠിപ്പിക്കുന്നുണ്ട്. ABCD മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? അപ്പൊ തെറാപ്പിസ്റ്റ് ആകുമ്പോൾ അസസ് ചെയ്തിട്ട് മുമ്പോട്ട് എന്താ വേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്താണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു ഇന്ററാക്ഷൻ വിത്ത് ദ ഡോക്ടർ ആൻഡ് തെറാപ്പിസ്റ്റ് അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂമിങ്, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സ്വന്തമായിട്ട് കുളിക്കുക, സ്വന്തമായിട്ട് പല്ല് തേക്കുക, സ്വന്തമായിട്ട് കുഴിക്കുഴിഞ്ഞ് തുപ്പുക, ബാത്റൂമിൽ പോവുക, ബട്ടൺസ് ഇടുക, ബട്ടൺസ് ഊരുക, ഇതൊക്കെ നമ്മൾ ഇവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ഇതൊന്നും ഇല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ചെയ്യായിരിക്കും. പക്ഷെ അതാത് സമയത്ത് ഇവരെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരടുത്ത സ്റ്റെപ്പിലോട്ട് അവർക്ക് പോകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തെറാപ്പി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. സ്കൂളിങ് ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു 3 വയസ്സ് വരെ ഇവരെ സ്കൂളിലൊന്നും വിടരുത്. വീട്ടിൽ നിന്ന് പഠിപ്പിക്കുക. തെറാപ്പിസ്റ്റ് വേണമെങ്കിൽ വരാം, തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകാം, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സായിട്ട് കോൺടാക്ട് വരാം. മാക്സിമം സ്റ്റിമുലേഷൻ, ഫ്ലാഷ് കാർഡ്സ് ഉപയോഗിക്കാം, മറ്റു രീതിയിലുള്ള എല്ലാം ഉപയോഗിക്കാം. 3 വയസ്സിന് ശേഷം ഒരു അംഗൻവാടിയിൽ അല്ലെങ്കിൽ നഴ്സറി സ്കൂളിൽ വിടുക. നഴ്സറി സ്കൂൾ പറയുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു നഴ്സറി സ്കൂൾ അല്ല ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇതൊരു ഇന്ററാക്റ്റീവ് നഴ്സറി സ്കൂളാണ് ഉദ്ദേശിക്കുന്നത്. കളിയും ഒക്കെ ആയിട്ടുള്ള ഒരു നഴ്സറി സ്കൂളാണ്. ആ കളിയിൽ കൂടി അവർ പഠിക്കുക എന്നുള്ളതാണ്. അംഗൻവാടിയിൽ പോയി 3 to 5 years അവർക്ക് മാക്സിമം എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഞാൻ പറയാറുണ്ട്, പലപ്പോഴും വീടുകളിലുള്ള പ്രവൃത്തിയിൽ അവരെ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. അടുക്കള, സ്ത്രീകൾക്ക്, ചെറിയ കുട്ടികൾക്ക് സ്ത്രീകളുടെ കൂടെ അടുക്കളയിൽ പോകുന്നത് ഏറ്റവും വലിയൊരു കലാലയ ശിക്ഷയാണ് ഉള്ളത്. കാരണം അവിടെ ചെല്ലുന്ന പല കാര്യങ്ങൾ കാണുന്നു, പല നിറമുള്ള കാര്യങ്ങൾ കാണുന്നു, എണ്ണങ്ങൾ പഠിക്കുന്നു. 2 ഉള്ളി അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ ഇങ്ങനെയൊക്കെ പറയുന്ന ഉടനെ ഒരു പാത്രം എടുക്കുന്നു, ആ പാത്രത്തിനകത്ത് ഒരു സ്പൂൺ ഇടുന്നു. ഇതൊക്കെ വരുന്ന അവരുടെ മനസ്സിൽ അവരുടെ ഈ നമ്പറുകളും നിറങ്ങളും അകത്ത് കയറുകയാണ്. ഇത് നമ്മൾ അറിയാതെ തന്നെ അവർ പഠിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവരൊരു സ്പെഷ്യൽ കുട്ടിയാണ്, അതുകൊണ്ട് മാറിയുന്നോ ഞാൻ പോയി എല്ലാം ഉണ്ടാക്കി വായിൽ വെച്ച് തരാമെന്നുള്ള പരം അവരെ എല്ലാ പ്രവൃത്തിയിലും അവരെ ഇൻക്ലൂഡ് ചെയ്യുക. ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം വ്യത്യാസം ഉണ്ടാകുന്നതാണ്. നോർമൽ സ്കൂളിൽ വിടുന്ന ഞാൻ സാധാരണ ഒരു 8-9 വയസ്സ്, 7-8-9 വയസ്സാകുമ്പോൾ പറയുന്നത്. കാരണം പലപ്പോഴും ഇവിടെയുള്ള ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ 5 വയസ്സാകുമ്പോൾ 1ാം ക്ലാസ്സിൽ വിടുക എന്നുള്ളതാണ്. അത് കാലങ്ങളായിട്ടുള്ളൊരു ടെൻഡൻസിയാണ്. പക്ഷെ 5 വയസ്സിൽ 1ാം ക്ലാസ്സിൽ വിട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഗ്രഹിക്കാനുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു വരും. കാരണം ഞാൻ നേരത്തെ എല്ലാം കുറച്ച് പതുക്കെയാണ്. അതേസമയത്ത് അവർക്ക് ഇന്റൻസീവ് ട്രെയിനിങ് കൊടുത്ത് എഴുതാനും വായിപ്പിക്കാനും പഠിപ്പിച്ചതിന് ശേഷം ഒരു 7 വയസ്സോ 8 വയസ്സോ 9 വയസ്സായാലും 1ാം ക്ലാസ്സിൽ വിട്ടു കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാകും. എന്ന് മാത്രമല്ല, പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഒരു ഉത്സാഹം ഉണ്ടാവും. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. മറ്റേത് ഞാൻ എന്തോ പറയുന്നു, ആ കുട്ടി ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ പിന്നെ നാച്ചുറലി ടീച്ചർക്ക് പഠിപ്പിക്കാനുള്ള ഇൻട്രസ്റ്റും പോയി പോകുന്നു. അപ്പൊ ആ ഒരു പ്രായത്തിൽ വിട്ടുകഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ സാധിക്കും. അവർ ട്രെയിനബിൾ ആണ്, അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ഉപേക്ഷിച്ചായിരിക്കരുത്. 10 വയസ്സ് വരെ ഏതൊരു പ്രായത്തിലും 1ാം ക്ലാസ്സിൽ കുട്ടിയെ കൊണ്ട് ചേർക്കാം. അത് നമ്മൾ മറക്കരുത്.
ആർക്കും ഒരു ഡിനേ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ 8 വയസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം 1-ാം ക്ലാസ്സിൽ ഇരുത്തണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിയമപ്രകാരം പറ്റത്തില്ല. 3 കൊല്ലം ഒരു ക്ലാസ്സിൽ ഇരുത്താൻ പറ്റത്തില്ല. ഓൾ പ്രൊമോഷനാണ്. ഒന്നിൽ കയറിയാൽ പിന്നെ 2-ലോട്ട് പോയിക്കോളാം. അപ്പൊ 10 വയസ്സിൽ കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല. ആ ഒരു ടൈമിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അവർക്ക് നന്നായിട്ട് പഠിച്ച് വരാൻ സാധിക്കും. വൊക്കേഷണൽ ട്രെയിനിങ് ഇവരെ കൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കും. അതൊരു 10-ാം ക്ലാസ് 8-ാം ക്ലാസ് 10-ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് അവരുടെ അഭിരുചി മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടത്. 20 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം കാര്യം നിൽക്കാൻ സാധിക്കും. അത് സാധിക്കുന്നുണ്ട്. അതിന് വളരെയധികം എക്സാമ്പിൾസ് ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇപ്പോൾ ഏകദേശം 70-75 കുട്ടികൾ ഡൗൺ സിൻഡ്രോം അല്ലാത്തതായിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കളക്റ്റീവായിട്ട് ജോലിയല്ല, ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട്. അത് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കൊടുക്കുന്ന അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ട ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ സ്കൂൾ ബേസ്ഡ് തെറാപ്പി, ഞാൻ തെറാപ്പിയെ പറ്റി പറഞ്ഞ്, മ്യൂസിക് തെറാപ്പിയെ പറ്റി പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പ്ലേ തെറാപ്പി, ഡാൻസ് തെറാപ്പി, പിന്നെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന സാധനം യോഗ. യോഗ ഇവരെ നന്നായിട്ട് ഇവരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ പോയപ്പോൾ എടുത്തൊരു തെറാപ്പി സെഷനിലാണ്. അവർക്ക് പെയിന്റും ബ്രഷും കൊടുത്തേക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കട്ടെ, എങ്ങനെ വേണേൽ കുത്തി വരയ്ക്കാം, അവരുടെ മനസ്സിലുള്ള എന്ത് വേണേലും വരയ്ക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ആ കലാഭാവങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അവരുടെ ആ ഒരു കഴിവുകൾ നമ്മൾ വികസിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. അവർക്ക് വേണ്ടത് ചെയ്യാം. അവരുടെ ആ ഒരു ഏത് രീതിയിലും ചായങ്ങളൊക്കെ മനസ്സിലാക്കുക എല്ലാം കുത്തി വരച്ച പോലെ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാൽ തന്നെ അത് വളരെയധികം വ്യത്യാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കളിക്കുന്നു, അവരുടെ ഇൻക്വിസിറ്റീവ്നെസ്, അതിൻ്റെ ഉള്ളിൽ എന്താ എന്ന് നോക്കാനുള്ളൊരു ഇൻക്വിസിറ്റീവ്നെസ്, അതിനകത്തോട്ട് കയറുന്നു, അപ്പുറത്ത് ഇറങ്ങുന്നു, അതിൽ മസിൽ കോർഡിനേഷൻ വരുന്നു, ടോൺ വരുന്നു, മറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ഇവ കാര്യങ്ങളൊക്കെ തെറാപ്പി ബേസ്ഡ് ആണ്. ഇത് പണ്ട് സിംഗപ്പൂരിൽ എടുത്തൊരു തെറാപ്പി റൂംസ് എന്നതാണ്. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം സ്ഥലങ്ങളിൽ നല്ല തെറാപ്പി സെന്റേഴ്സ് ഉണ്ട്. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. പണ്ട് ഇതേപോലെ ഒരു 10-15 കൊല്ലം മുമ്പ് പോയപ്പം തെറാപ്പി സെന്റേഴ്സും ഇല്ല. എന്തെങ്കിലും ഒരു മുറിക്കകത്ത് എന്തെങ്കിലുമൊക്കെ തല്ലിക്കൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അന്ന് സിംഗപ്പൂരിലും മലേഷ്യയിലും പോയപ്പം എടുത്ത സെന്റേഴ്സിന്റെ പടങ്ങളാണിത്. ഇപ്പോൾ ഇതിലും നന്നായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇപ്പൊ അവിടെ തൃശ്ശൂരുള്ള സെന്ററിൽ തന്നെ ഞാൻ അതിന്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് ബാക്കിയുള്ളവർ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മരുന്നുകളല്ല ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ്, ഈ തെറാപ്പിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ പിള്ളേരെ കൊണ്ട് മനസ്സിലാക്കിക്കണം. ഇതും വേറെ പല തെറാപ്പി സെന്റേഴ്സിൻ്റെ ആണ്. ഡാൻസ് തെറാപ്പി, ഇത് പിള്ളേരുടെ ഓവറോൾ കോർഡിനേഷന്. ഇത് സിംഗപ്പൂരിനടുത്ത ഒരു പിക്ചറാണ്. അവിടെ പിള്ളേരും നോർമൽ കുട്ടികളും, ഈ കുട്ടി നോർമലാണ്, മറ്റേത് 3 ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളാണ്. അപ്പൊ അവരെ കൊണ്ട് കൂടെ നിന്ന് ഡാൻസ് ചെയ്യിപ്പിക്കുക, അവരോട് ഇൻക്ലൂഷൻ എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലും ഡാൻസ് ചെയ്യുന്ന ധാരാളം പിള്ളേരുണ്ട്. ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒക്കെ ചെയ്യുന്ന നല്ലതായിട്ട് ചെയ്ത് പ്രൈസ് വാങ്ങിക്കുന്ന പിള്ളേരെ എനിക്കറിയാം. പക്ഷെ ആ ഒരു ബോഡി ആയിട്ടുള്ളൊരു കോർഡിനേഷൻ, അത് അവർക്കൊരു റിലാക്സേഷൻ കൂടിയാണ്. അപ്പൊ ഇത് നമ്മുടെ തെറാപ്പിക്കകത്ത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനാണ് ആളുകളുമായിട്ടുള്ള. നമ്മളെ കുട്ടികൾ നമുക്ക് മനസ്സിലാക്കണം, ഇവര് സൊസൈറ്റിയിൽ നോർമൽ വ്യക്തികളുമായിട്ടാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പൊ ഈ നോർമൽ വ്യക്തികളുമായിട്ട് ജീവിക്കുമ്പം അവരുമായിട്ട് എങ്ങനെ ഇടപഴകണം എന്നുള്ളത് ചെറുപ്പം മുതലേ അവർ മനസ്സിലാക്കിയെടുക്കണം. പലപ്പോഴും ചിലരൊക്കെ പറയും 1:1 എഡ്യൂക്കേഷൻ കൊടുത്താൽ മതി, ഒരു കുട്ടിയെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അമ്മയോ അച്ഛനോ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യും. അത് ചില കണ്ടീഷൻസിൽ പറ്റും. ചിലപ്പോൾ ഓട്ടിസത്തിനാണെങ്കിൽ ഈ ചിലപ്പോൾ ജനറൽ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റുന്നു വരുന്നില്ല. പക്ഷെ ഇവരെ അങ്ങനെ ചെയ്യരുത്. ഇവർക്ക് ഇന്ററാക്ട് ചെയ്യുന്നതിൽ കൂടി അവർ പഠിക്കുന്നത്, മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് ഇടപഴകേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുന്നതും ഇങ്ങനെയുള്ള ഇന്ററാക്ഷനിൽ കൂടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സെഷൻസ്, ഗ്രൂപ്പ് തെറാപ്പികൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ വ്യക്തികളുമായിട്ടുള്ള ഗ്രൂപ്പ് തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചാലഞ്ചസ്, ഇനി മുമ്പോട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. വളരെയധികം ചാലഞ്ചസ് നമ്മൾ കാണുന്നത്. ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ കാണുന്നത് ഈ തെറാപ്പികളെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങൾ അവർക്ക് പറയാനുണ്ട്. തെറാപ്പി കൊണ്ട് ഇപ്പൊ കുട്ടി നടക്കാൻ നോക്കിയുണ്ട് ഡോക്ടറെ, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തെറാപ്പി കൊടുക്കുന്നില്ല. ഫിസിയോതെറാപ്പി നടന്നാൽ മാത്രം പോരാ, മസിൽ ടോൺ ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ നോക്കേണ്ടത് ആ കാലിൻ്റെ ലെവല്, കാലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇരിക്കുന്നത് തെറാപ്പി കൊടുത്തിട്ട് കറക്റ്റ് ആക്കിയില്ലെങ്കിൽ ചിലപ്പോൾ കാലിൻ്റെ നീ ജോയിന്റിലേക്ക് വരുന്ന പ്രഷറിൽ വ്യത്യാസം ഉണ്ടാകാം. അത് അലൈൻമെന്റ് ശരിയിലെ പ്രഷറിൽ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിൽ മുട്ടുവേദനയും നടക്കാനും ഓടാനും ഒക്കെ പ്രയാസങ്ങൾ വരാം. അപ്പൊ തെറാപ്പി എന്നുള്ളത് വെറുതെ ഒരു നടക്കാനായി കഴിഞ്ഞാൽ തെറാപ്പി നിർത്തി എന്നുള്ളതല്ല. അത് തെറാപ്പിസ്റ്റ് അസസ് ചെയ്ത് ഇനി വേണ്ടാന്ന് പറഞ്ഞതിന് വരെ തെറാപ്പി വേണ്ടിവരും. അപ്പൊ സ്പീച്ച് തെറാപ്പി, ഇതെല്ലാം പറഞ്ഞ് ഞാൻ നേരത്തെ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും വലിയ ചാലഞ്ച് ഉള്ളത്
സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പലർക്കും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിനൊരു ഇമ്പോർട്ടൻസ് കാണുന്നില്ല. ഒരു സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ 10 വർഷം അവനെ ഭംഗിയായിട്ട് സ്കൂളിൽ വിടും. പക്ഷെ ഇങ്ങനെ ഒരു കുട്ടിയെ ഒരു 4-5 കൊല്ലം ഒന്ന് തെറാപ്പി കൊടുക്കാൻ പറഞ്ഞാൽ അതിന് സങ്കടമുള്ള കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് അതിനുള്ള താല്പര്യമില്ല, അറിവില്ല, അതിനുള്ള സമയമില്ല. സൊസൈറ്റിയെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം. പ്രത്യേകിച്ച് ചെറിയ കാലത്തിനുള്ളിൽ പല മാതാപിതാക്കളും പറഞ്ഞു നമ്മൾ മാക്സിമം എക്സ്പോഷർ വേണമെന്ന് പറയും. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നോ അവിടെയൊക്കെ കൊണ്ടുപോവുക, ഫാമിലി ഫംഗ്ഷൻസിൽ കൊണ്ടുപോകുക. ഇപ്പോൾ കൊറോണ കാലത്തല്ല, അതിന് മുമ്പായിട്ടുള്ള. അപ്പോൾ ഇന്ററാക്ഷൻസ് മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിലൊരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ കാണുന്നതോടെ നമ്മുടെ ആളുകൾ എന്തെങ്കിലും ഒരു കമന്റ് പറയും. ഇതെന്താ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത്, ഇത്രയായിട്ട് നടന്നിട്ടില്ലേ, ഇതെന്താ നിങ്ങളായിട്ട് നല്ല ഡോക്ടറെ കാണിച്ചിട്ടില്ലേ. ഇത് കേൾക്കുമ്പം മാതാപിതാക്കൾക്ക് ഒരു പ്രയാസമാണ് നാച്ചുറലി. അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ആളുകൾ എന്തെങ്കിലും പറയും എന്ന് ഉള്ള വിശ്വാസത്തോടെ പോവുക. അവർ പറയട്ടെ. നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക ഒരു സൊസൈറ്റി ആളെ കുറച്ച് ചെന്നാൽ അയ്യോ അങ്ങ് കറുത്ത് പോയല്ലോ, അല്ലെ വണ്ണം വെച്ച് പോയല്ലോ, വണ്ണം വെച്ചിട്ടും കാണത്തില്ല, കറുത്തിട്ടും കാണത്തില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു രീതിയിൽ മാത്രം എടുത്താൽ മതി. അവരോട് ചിരിച്ചു കാണിക്കാൻ ഞങ്ങൾ വേണ്ടത് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആ രീതിയിൽ നമ്മളത് മാനസികമായിട്ട് അത് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പറയുന്നതിൽ പ്രയാസം തോന്നി. ഇത്രയും പറയാൻ കാരണം ഒരമ്മ വന്ന് എൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. കൊണ്ടുപോകുമ്പോഴൊക്കെ വലിയ കല്യാണമൊക്കെ പോകുമ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയും, അയാളെ കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് കേട്ടേ മതിയാവും. മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ പ്രയാസമില്ല. ഓരോ സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോകുമ്പം അത്രയധികം സെൻസറി സ്റ്റിമുലേഷൻ ആണ് വരുന്നത്. അത്രയധികം അവൻ്റെ ബുദ്ധി വികസിക്കുകയാണ് ചെയ്യുന്നത്. ബിഹേവിയറൽ ചാലഞ്ചസ് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഇവരും നമ്മളെപ്പോലെ തന്നെ എല്ലാ വികാരങ്ങളും ഉള്ളതാണ്. അവർക്ക് അതിനുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവും. കൂടാതെ ഹൈപ്പർ ആക്ടിവിറ്റി കാണും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഡൗൺ സിൻഡ്രോമിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് മറ്റു അസുഖങ്ങൾ വരണമെന്നില്ല. ഓഫ് കോഴ്സ് മറ്റുള്ള അസുഖങ്ങൾ വരാം എന്നുള്ളത് കാര്യമുണ്ട്, കൂടുതലായിട്ട് കാണുന്നുമുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ അതിനുള്ള ചാലഞ്ചസ് മനസ്സിലാക്കി ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റ് ഉണ്ടെങ്കിൽ ബിഹേവിയർ തെറാപ്പിസ്റ്റിനെ കൊണ്ട് തന്നെ വേണ്ട ചെയ്ത് ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ വ്യത്യാസം ഉണ്ടാകാം. ഇപ്പൊ പല സെന്റേഴ്സിലും CBT ഉള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മളതൊക്കെ ഉപകാരപ്രദമാക്കി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓൺലൈൻ ക്ലാസ്സസ് തെറാപ്പീസും ആയിട്ടുള്ളത്. ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പം ഒരു നെസസറി ഈവിളായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ടൊന്നും ഞങ്ങൾ ഇതിനെ ഓൺലൈൻ ക്ലാസ്സസിനോട് വലിയ താല്പര്യം കാണിക്കാറില്ലായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ററാക്ഷൻ ആണ് കൂടുതലും ആവശ്യം, അല്ലാതെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ചെയ്യുന്നതല്ല. പക്ഷെ ഈ ഒരു കൊറോണ കാലത്ത് നമുക്കത് സാധ്യമല്ല. കൊറോണ കഴിയുന്നതിന് വരെ കാത്തിരിക്കാനും പറ്റുന്നില്ല. കാരണം സ്റ്റിമുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അത്രയും നാൾ അറ്റൈൻ ചെയ്ത് തന്നെ പുറകോട്ട് പോകും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ സഹിച്ചേ മതിയാവും. ഇനി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അത് തുടക്കത്തിലായതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ തുടക്കത്തിലാണ്. ടീച്ചർമാർക്ക് ചിലപ്പം അത്രയും ഒരു അതിനെപ്പറ്റിയുള്ള ഒരു അറിവ് കാണത്തില്ല. അതിനുള്ള പ്രയാസങ്ങളും അതിനകത്ത് നെറ്റ് പ്രോബ്ലം ഉണ്ടാകാം, അല്ലെങ്കിൽ അവർ ഇരിക്കുന്നിടത്തുനിന്നുള്ളത് ക്ലിയറായി കാണുന്നുണ്ടാവില്ല. പിന്നെ കുട്ടികളുടെ കൂടെ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാളെങ്കിലും ഇരുന്നെങ്കിൽ മാത്രമേ ഓൺലൈൻ ക്ലാസ്സിൽ അത് സക്സസ്ഫുൾ ആകത്തുള്ളൂ. എത്ര നേരം ഇരിക്കണം, ഇരിക്കുന്ന പോസ്റ്റർ എങ്ങനെ ആയിരിക്കണം, അത് അറ്റൻഷൻ എങ്ങനെ വേണം, കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. അതിന് മാനദണ്ഡങ്ങൾ അങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ. എത്ര നേരം ഒരു കുട്ടിയെ എത്ര മണിക്കൂർ നേരത്തേക്ക് കൂടെ ഓൺലൈൻ അറ്റസ്റ്റ് പാടുള്ളൂ എന്നുള്ളതൊക്കെ ആയിട്ട്. അപ്പൊ ധാരാളം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. വളരെയധികം ഉപകാരപ്രദമാണ്. ഇതിനി അടുത്ത വർഷങ്ങളിലേക്ക് ഇനിയുള്ള കാലങ്ങളിലേക്ക് ഇതൊരു നോമായി തീരും, ഇതൊരു ആവശ്യമായി തീരും. അപ്പോഴത്തേക്ക് ഒരു പക്ഷേ നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഇതിന് ഫോർമുലേറ്റ് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളതാവും. അതുവരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് മനസ്സിലാക്കണം നമ്മൾ. അത് ഈ ഒരു കാലഘട്ടത്തിന്റെ നമ്മൾ അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഒന്നുകിൽ വേണ്ട, അല്ലെങ്കിൽ മുഴുവൻ സമയം അതിൽ ഇരുത്തി കുട്ടിക്ക് അതിനോടൊരു മടിപ്പ് തോന്നി അവസാനം ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറങ്ങി ഓടുന്നൊരവസ്ഥയിലാകരുത്. എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ ഇൻക്ലൂഷൻസ്. പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എഡ്യൂക്കേഷനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പല സ്കൂളുകളും അവരെ എടുക്കത്തില്ലായിരുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾ ഞങ്ങൾ എടുക്കത്തില്ല. കാരണം അവരുടെ ആ ഒരു എന്താ റിസൾട്ടിനെ ബാധിക്കും. അല്ലെ ഇങ്ങനെയുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ മറ്റ് മാതാപിതാക്കൾ ഒബ്ജക്റ്റ് ചെയ്യും. അങ്ങനെയും എനിക്ക് പല കേസുകളും വന്നിട്ടുണ്ട്. ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ എടുത്തു കഴിഞ്ഞപ്പം മറ്റു കുട്ടികളുടെ മാതാപിതാക്കൾ വന്നിട്ട് ഇങ്ങനെയുള്ള കുട്ടിയെ ഞങ്ങളുടെ കുട്ടിയുടെ കൂട്ടി എടുത്തില്ല, മന്ദബുദ്ധിയായി പോകുന്നുണ്ട്. ആ കുട്ടികൾക്ക് പ്രശ്നമില്ല, കുട്ടികൾ ശരിക്കും ഇവനെ കരുതുന്നുണ്ട്, നോക്കുന്നുണ്ട്. പക്ഷെ പേരൻസിനാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറ്റങ്ങൾ വന്നു വരുന്നുണ്ട്. അവയർനെസ് ഉള്ളതുകൊണ്ട് അത് ആ നോർമലായിട്ടുള്ള കുട്ടികളെയും വളരെയധികം അത് ഉപകാരം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരായിട്ടൊരു കൺസിഡറേഷൻ, ഒരു സ്നേഹം, ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. ലാക്ക് ഓഫ് അവയർനെസ്.
ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി അവയർനെസ് പ്രോഗ്രാംസ് ആണ്. ഈ ഒക്ടോബർ ഡൗൺ സിൻഡ്രോം അവയർനെസ് മന്താണ്. അത് പേരൻസിനായാലും ശരി അവയർനെസ് കുറവാണ്. അവർ ഇപ്പോൾ പലപ്പോഴും പല ഗ്രൂപ്പുകളും എല്ലാം ഉള്ളതുകൊണ്ട് ധാരാളം വ്യത്യാസം വന്നിട്ടുണ്ട്. ടീച്ചേഴ്സിൻ്റെ ഇടയിൽ അവയർനെസ് കുറവാണ്. കാരണം ഇവരെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എന്താ പഠിപ്പിക്കുന്നത്, ഇവർ പഠിപ്പിച്ചാൽ അവർക്ക് മനസ്സിലാകത്തില്ല, തലയിൽ കയറത്തില്ല എന്നൊരു തെറ്റായ ധാരണ പല ടീച്ചർമാരുടെ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇപ്പം മാറി വരികയാണ്. ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത കുട്ടികൾ കാണും, രണ്ടാമത് ട്യൂഷൻ എടുത്ത് കൊടുക്കേണ്ട പിള്ളേർ കാണും. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് കുറച്ച് എക്സ്ട്രാ ടൈം കൊടുക്കേണ്ട പിള്ളേരായിരിക്കും. അതിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ടീച്ചർമാരുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കാൻ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സമൂഹം, വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾ, ആ കുടുംബത്തിലെ മറ്റ് ആൾക്കാർ അവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. സമൂഹം അവരെ അക്സെപ്റ്റ് ചെയ്യണം. മറ്റേതുപോലെ സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഒരു ജോലിക്ക് ചെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചോദിച്ചാൽ പറയൂ, ഈ കുട്ടിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും, ഇവിടെ വേണ്ട. പക്ഷെ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഇവര് പലപ്പോഴും മറ്റുള്ളവരെക്കാട്ടിലും ഭംഗിയായിട്ട് റിപ്പറ്റേറ്റീവ് ജോബ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഒരു കോൺഫറൻസിന് ചെന്നപ്പം ഹോളിഡേ ഇൻ എന്നൊരു ഹോട്ടൽ ചെയിനിന്റെ ഒരു HR മാനേജറുമായിട്ട് പരിചയപ്പെടുകയുണ്ടായി. അതിലൊരു ടോക്ക് കൊടുക്കാൻ വേണ്ടി ആ മീറ്റിംഗിൽ വന്നതാണ്. അദ്ദേഹം പറയുന്നത്, വി പ്രിഫർ ചിൽഡ്രൻ വിത്ത് ഡൗൺ സിൻഡ്രോം. കാരണം ഹോട്ടലുകളിൽ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം, കുക്കിംഗ് മുതൽ ഹൗസ് കീപ്പിംഗ് മുതൽ എല്ലാം ഇങ്ങനെയുള്ള കുട്ടികൾ കോൺസെൻട്രേറ്റഡോട് ചെയ്യും. അവർക്ക് വേറെ ഡിസ്ട്രാക്ഷൻ ഇല്ല. കുറച്ച് സ്ലോ ആയിരിക്കും, പക്ഷെ അവരെ പഠിപ്പിക്കുന്ന പണി ഭംഗിയായിട്ട് ചെയ്യും. പിന്നെ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ തന്നെ അവരുടെ ഒരു ചിരി കണ്ടാൽ പോലെ ദേഷ്യപ്പെട്ട് വരുന്നവർ പോലും ഇവരുടെ ആ ചിരിയിൽ മയങ്ങിപ്പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ വേണം എന്നാണ് ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുണ്ടായത്. അപ്പം ഇവർക്ക് സമൂഹം ഇപ്പം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ജോലി കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് തന്നെ പലരെയും എനിക്കറിയാം. ആ ജോലി അവർ ശരിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അവയർനെസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഒരറ്റം മുതൽ പേരൻസ് മുതൽ സൊസൈറ്റി വരെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ വളർന്നു വരുന്ന സമയത്ത് അവർ പ്രായപൂർത്തിയാവുന്നു, യങ് അഡൽട്സ് ആവുന്നു. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു പ്രാപ്തി എത്തിച്ചു കൊടുക്കാന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ഒരു പോസിറ്റീവ് ഇമേജ്. നിങ്ങളൊരു ഡൗൺ സിൻഡ്രോം ആണെന്നുള്ള, ആ ഡൗൺ സിൻഡ്രോം ആണ്, സോ വാട്ട്. എന്നോട് ഒരു കോൺഫറൻസ് ചെന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞതാണ്, ദിസ് ഇസ് എ കേസ് ഓഫ് ഡൗൺ സിൻഡ്രോം. അപ്പൊ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടി. ഐ എം എ കേസ് ഓഫ് ഡൗൺ സിൻഡ്രോം, സോ വാട്ട്. ഞാൻ ഡൗൺ സിൻഡ്രോം, അതുകൊണ്ട് എന്താ, എനിക്ക് പ്രയാസമില്ല, നിങ്ങൾക്കാണോ പ്രയാസം എന്നത്. വൊക്കേഷണൽ ഓപ്ഷൻസ്, അവരുടെ താല്പര്യം അനുസരിച്ചിട്ട് അവർക്ക് വൊക്കേഷൻ ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സേഫ്റ്റി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. നമ്മുടെ സമൂഹം നമുക്ക് അറിയാം, പലതും നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പം ടച്ചിനെ പറ്റിയും എല്ലാത്തിനെ പറ്റിയും നമ്മൾ ചെറുപ്പത്തിൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ മനസ്സിലാകത്തില്ല നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അവരുടെ പ്രാപ്തി അനുസരിച്ച് ഇവർക്ക് പലരും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ടൈം ഐ തിങ്ക് കുറെ ആയതുകൊണ്ട് ഞാൻ ഈ ലോസ് ആൻഡ് ബെനിഫിറ്റ്സിലേക്ക് പോകുന്നില്ല. ചോദ്യങ്ങൾ വേണമെങ്കിൽ പിന്നെ പറയാം. ഒരു ഗാർഡിയൻഷിപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, 18 വയസ്സ് കഴിഞ്ഞാകുമ്പോഴത്തേക്ക് ഗാർഡിയൻഷിപ്പ് ഏറ്റെടുത്തിരിക്കണം. പലരും എനിക്കറിയാം ഗാർഡിയൻഷിപ്പ് ഇപ്പോഴും എടുക്കാത്തവരുണ്ട്. 18 ഇയേഴ്സ് പ്രായപൂർത്തി ആയതിനു ശേഷം ലീഗലായിട്ട് അത് ഭയങ്കര അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനും ഇവരുടെ പേരിൽ ലീഗൽ ഗാർഡിയൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാം. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, ഇതാണ് ലാസ്റ്റിൽ നമ്മൾ വന്ന ആക്ട്. 27 ഡിസംബർ 2016 റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016. ഇതിൻ്റെ അകത്തും ഡൗൺ സിൻഡ്രോമിന് വേണ്ടത് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞോളി, അതൊരു സിൻഡ്രോം അല്ലേ, സിൻഡ്രോം ആയതുകൊണ്ടാണ് അത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിലാക്കിയിരിക്കുന്നത്. വേറെ ഒരുപാട് സംഗതി 10-21 എണ്ണത്തിന് വേറെ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡൗൺ സിൻഡ്രോമിന് ഇമ്പോർട്ടൻസ് അതിലില്ല. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സിൻഡ്രോം എന്നുള്ള പേര് മാറ്റിക്കോ, ട്രൈസോമി 21 ഇട്ടോ, അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇനിയും മാറ്റങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ മാതാപിതാക്കളെ ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് മാറാനായിട്ട് ഇതുവരെ ഒരു മരുന്നും ലോകത്തെങ്ങും കണ്ടുപിടിച്ചിട്ടില്ല. ആർക്കെങ്കിലും അത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത നൊബേൽ സമ്മാനം ആ വ്യക്തിക്ക് കിട്ടും, ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു ക്രോമോസോമിനെ മാറ്റാനൊരു തന്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ 21ാമത്തെ ക്രോമോസിന്റെ എക്സ്ട്രാ ഫങ്ഷനിങ് സപ്രസ് ചെയ്യാനുള്ള പല പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനൊരു ചികിത്സയായിട്ടൊരു മരുന്നില്ല. മരുന്നുകൾ കൊടുക്കുന്നത് അതിന് കൂടെയുള്ള മറ്റ് അസുഖങ്ങൾ കൊണ്ടാണ്. തൈറോയ്ഡ് കുറവുണ്ടെങ്കിൽ അതിന് ചെയ്യാം. ആ രീതിയിലുള്ളതിന് മാത്രമേ മരുന്നുകളുള്ളൂ. പക്ഷെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ തെറാപ്പികളാണ്.
പക്ഷെ നമ്മൾ ഈ പറയുമ്പം മരുന്നുകളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സയില്ല എന്നായി പോകരുത്. അപ്പൊ ചികിത്സയില്ലാത്തപ്പോൾ അവർ മറ്റ് പല ചികിത്സാ രീതികളിലേക്കും പോകും. മറ്റ് ചികിത്സാ രീതികൾ പോകുന്നതുകൊണ്ട് എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. ചിലരൊക്കെ ഇവരെ കബളിപ്പിക്കുന്നുണ്ട്. 10-30,000 രൂപ മുടക്കി ഓരോ തട്ടിപ്പുകളിൽ ഇരയായ ആളുകളെ എനിക്കറിയാം. അവർ പറഞ്ഞിട്ട് സാറേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അവരിത് മുഴുവൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറാപ്പിക്ക് പോയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ മറ്റ് ചികിത്സയിൽ പോയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ട തെറാപ്പികൾ നിങ്ങൾ മുടങ്ങരുത്. അത് സ്പീച്ച് തെറാപ്പി ആയാലും ശരി, ഓക്യുപേഷൻ, അത് കൂടെ നിങ്ങൾ എന്ത് വേണേൽ ചെയ്തോ. കാരണം അതെല്ലാം കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ വിചാരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് തെറാപ്പി നമ്മുടെ സെന്ററിൽ നിന്ന് പോകുന്നതിനുള്ള പ്രയാസമെന്ന് വിചാരിക്കും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചികിത്സ ചെയ്തു. ചികിത്സ ചെയ്യുന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ ഇത് മുടങ്ങരുത്. അപ്പൊ ട്രീറ്റ്മെന്റ് ഷോപ്പിംഗ് വളരെയധികം കണ്ടുവരുന്നതാണ്. അത് അവരെ കുറ്റം വേണ്ടിയിട്ട് കാര്യമില്ല. നിങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു, ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നു, വേറെ ആൾ വന്ന് ഞാൻ മാറ്റിത്തരാമെന്ന് പറയുന്നു. അപ്പൊ ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ് ഒന്ന് ട്രൈ ചെയ്താലോ എന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടോകോൾ ഫോർ മാനേജ്മെന്റ്, അത് നമുക്ക് ഇന്ത്യയിൽ ഇല്ല. പലയിടത്തും പല പ്രോട്ടോകോൾ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആയിരിക്കത്തില്ല വേറൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് 2013 ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ന്യൂസ് സ്റ്റേറ്റ് കോൺഫറൻസിനെ ഒരു പ്രോട്ടോകോൾ അവതരിപ്പിച്ചിരുന്നു. അതും അന്ന് കുറെ എടുത്തിരുന്നു. പിന്നെ ഓരോരുത്തരും അതങ്ങ് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നാഷണൽ ലെവലിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ആൻഡ് തെറാപ്യൂട്ടിക്, ബാക്കി ചികിത്സ എപ്പോഴാണ് ഓരോന്ന് ചെയ്യേണ്ടത്, തെറാപ്പികളാണെങ്കിൽ എപ്പോഴൊക്കെയാണ് തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എത്ര നാൾ വേണം, എങ്ങനെയാണ് അസസ്മെന്റ് എന്താണ്, ഈ ഒരു രീതിയിൽ ഒരു നാഷണൽ പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ അത് യൂണിഫോം ആയിട്ട് നമ്മുടെ രാജ്യത്തെല്ലാവർക്കും നടത്തിലായി കഴിഞ്ഞാൽ ഈ കുട്ടികൾ ധാരാളം ഇതിൽ സഹായിക്കുന്നതായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് നേരത്തെ പ്രോട്ടോകോൾ തെറാപ്പികൾ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ അത് അങ്ങോട്ട് ഫലപ്രദം ആയില്ല എന്നുള്ളതാണ്. ഒരു സപ്പോർട്ട് ഗ്രൂപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അധികം ഇവരെ ഫലപ്രദം എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് സപ്പോർട്ട് ഗ്രൂപ്പാണ്, പേരൻസിന്റെ കെയർടേക്കേഴ്സ്. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ ആ ഒരു ചർച്ചയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരു സെൽഫ് കോൺഫിഡൻസ്, മോട്ടിവേഷൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇൻ കൺക്ലൂഷൻ, ഇതൊരു ജനറ്റിക് കണ്ടീഷനാണ്, ഒരവസ്ഥയാണ്, ഒരു രോഗമല്ല. ഈ ഡൗൺ സിൻഡ്രോം വന്നതുകൊണ്ട് ഒരു കുട്ടിയും അൺഹെൽത്തി ആകുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ചില പ്രയാസങ്ങൾ കാണും. അത് നമ്മൾ ചികിത്സിച്ച് മാറ്റിയെടുക്കേണ്ടതാണ്. അവർ സ്ലോ ലേണേഴ്സ് ആണ്, പക്ഷെ അവരെ പഠിപ്പിക്കാൻ സാധിക്കും, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 വയസ്സാകുമ്പോൾ 1-ാം ക്ലാസ്സിൽ കൊണ്ടുവിട്ട് അവരെ കൊണ്ട് പഠിപ്പിക്കാൻ നോക്കിയാൽ സാധിക്കത്തില്ല. അപ്പൊ അവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കി അതനുസരിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്, നേരത്തെ ഞാൻ അതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. അത് ഇപ്പൊ അതിനുള്ള ആക്സെപ്റ്റഡ് പ്രോട്ടോകോൾസ് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. പണ്ടൊന്നും ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലോ ഇതൊരു ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയല്ലേ, അതിന് വേറെ ചികിത്സയൊന്നും ചെയ്യണ്ടെന്ന് വരെ പറയുമായിരുന്നു. പക്ഷെ ആ ഒരു കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ധാരാളം മാറ്റം വന്നിട്ടുണ്ട്. ഒരു ഡോക്ടറും ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയാകൊണ്ട് ഞങ്ങൾ ചികിത്സ നിഷേധിക്കും എന്ന് പറയത്തില്ല. They are highly trainable and should be given vocational guidance at the appropriate time. അതായത് വൊക്കേഷണലായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് സമയത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. അവരെ സ്വന്തം കാലം നിർത്തിക്കാൻ സാധിക്കും, അവർ ജോലി എടുക്കാൻ സാധിക്കും. ടോക്ക് അബൌട്ട് ദ ഗുഡ് തിങ്സ് ഇൻ ദ ചൈൽഡ്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കുട്ടി എന്തൊരു നല്ലൊരു ശരി, എന്തൊരു സ്നേഹമുള്ളൊരു കുട്ടി, പറയുന്നത് അനുസരിക്കുന്നില്ലേ, അങ്ങനെ. അല്ലാതെ ഈ കുട്ടി താമസിക്കും കേട്ടോ, അധികം ജീവിക്കത്തൊന്നുമില്ല, ഈ കുട്ടി വളരെ പുറകോട്ടായിരിക്കും. ഇതൊക്കെയാണ് പലപ്പോഴും അതൊരു പറയുന്നവർക്ക് ഒരു പ്രോപ്പർ കൗൺസിലിംഗ് ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ട് പറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു നല്ല കൗൺസിലിംഗ് സെന്ററിലോട്ട് അയച്ചു കൊടുക്കുക, അവരത് പറഞ്ഞു കൊടുക്കും. പിന്നെ ബാക്കി നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. ക്രിയേറ്റ് അവയർനെസ്, അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പേരൻസ്, പബ്ലിക്, സൊസൈറ്റി, കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് ഫോം സപ്പോർട്ട് ഗ്രൂപ്പ്സ്. ഇത് ഞാൻ കുറച്ച് ഫോട്ടോസാണ്, സക്സസ് സ്റ്റോറീസിന്റെ ഫോട്ടോസാണ്. മിസ് ധന്യ വിജയൻ, മിസ് ദിവ്യ, ഇവരൊക്കെ ഡാൻസുകളിൽ നോർമൽ കുട്ടികളുമായിട്ട് കമ്പീറ്റ് ചെയ്ത് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചവരാണ്. ഇത് 2 സിസ്റ്റേഴ്സാണ്, ഇവിടെ കോഴിക്കോട്ടുള്ളതാണ്. 2 പേരും ഡൗൺ സിൻഡ്രോമാണ്, നന്നായിട്ട് ഡാൻസ് ചെയ്യും, നല്ല വിവരമുള്ള പിള്ളേരാണിത്. ഇത് വേറെ പല പിള്ളേർ, ഇത് മജീഷ്യനാണ്. ഇത് നമ്മുടെ ഈയിടെ ഫിലിമിൽ വന്ന തിരികെ എന്ന ഫിലിമിലെ നായകനാണ്. ഇതൊരു ആക്ടറാണ്, ഒരു മോഡലാണ്, മിസ് അനിത മേനോൻ. ഒരുപാട് കാലണ്ടർ ഗേളായിട്ട് വരെ, കാലണ്ടറിനകത്ത് ഇവരുടെ ഫോട്ടോ വന്നിട്ടുണ്ട്.
ദോസ്ത് അവാർഡ് നമ്മൾ എല്ലാ കൊല്ലവും സെൽഫ് അഡ്വക്കേറ്റ്സ് ദോസ് അവാർഡ് കൊടുക്കുന്നുണ്ട്. 2018 ദോസ് അവാർഡ് ധന്യ വിജയനാണ്. ഇപ്പൊ ഇവരൊരു ഡാൻസ് ടീച്ചറാണ്. ഡാൻസ് ചെയ്യുമെന്ന് മാത്രമല്ല ഒരു ഡാൻസ് ടീച്ചറാണ്. ഇത് രാജ ഇസ്മായിൽ ഞാൻ നേരത്തെ പറഞ്ഞ മജീഷ്യനാണ്. മാജിക്കിൽ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യം മനസ്സിലാക്കി ആ കുട്ടിയുടെ അമ്മയെ കൂടെ പോയി മാജിക് പഠിപ്പിച്ച് വീട്ടിൽ ചെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ പല സ്റ്റേജ് പ്രോഗ്രാംസും നടത്തിയിട്ടുണ്ട്. പലരും ഇദ്ദേഹത്തിന്റെ മാജിക് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ അനിത മേനോൻ ദോസ് അവാർഡ് റെസിപ്പിയന്റ് 2019 റെസിപ്പിയന്റ് ആണ്. ആ കുട്ടി സംസാരിക്കുന്നത് റിപ്ലൈ ടു ദ ഇംഗ്ലീഷിലാണ് വായിക്കുന്നത്. ഇംഗ്ലീഷിൽ നോക്കി വായിക്കുകയാണ്. അപ്പൊ അത്രയ്ക്കൊരു കപ്പാസിറ്റി പറ്റും എന്നുള്ളതാണ്. ഗോപിനാഥ് വർമ്മ ഇപ്പം ലേറ്റസ്റ്റ് ഹീറോ ആണ്. അദ്ദേഹം ആക്ടറാണ്. തിരികെ എന്ന സിനിമയിലത്തെ ആക്ടറാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു ഫുൾ ഫ്ലെഡ്ജ് ഫീച്ചർ ഫിലിമിൽ അഭിനയിക്കുന്ന നായകനാണ് ഈ ഗോപികൃഷ്ണ വർമ്മ. ലോകത്തിലെ തന്നെ ഒരു പക്ഷേ രണ്ടാമത്തെ ആളായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ദിവ്യ ഈ കൊല്ലത്തെ ദോസ് അവാർഡ് വിന്നറാണ്. പറവൂരുള്ളതാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ ഭരതനാട്യം കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചതിന് റെക്കോർഡ് സ്ഥാനം മേടിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കൊല്ലം നമ്മുടെ ഈ കോവിഡ് കാരണം ആ അവാർഡ് നേരിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പം അത് സക്സസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏർലി പിക്കപ്പ് ദ ചൈൽഡ്സ് ഇൻട്രസ്റ്റ്. താല്പര്യം നേരത്തെ കണ്ടുപിടിക്കുക. പിന്നെ പിതാവിന് അല്ലെ മാതാവിന് ഒരു ഡിറ്റർമിനേഷൻ വേണം. സാധാരണ കുട്ടിയെക്കാളും കുറച്ച് കൂടുതൽ സമയം കൊടുക്കേണ്ടി വരും. ഈ കാണിച്ച പിള്ളേരും വേറെ ഒരുപാട് പിള്ളേരുണ്ട്. ഞാൻ അവരുടെ എല്ലാവരുടെയും പടം കാണിച്ചിട്ടില്ല. അവരുടെ എല്ലാം സക്സസ് സ്റ്റോറിയുടെ പുറകിൽ ഒരു പേരൻ്റാണ്. ഈ രാജ ഇസ്മായിലിന്റെ കാര്യം പറഞ്ഞു. അമ്മ മാജിക് പഠിച്ചിട്ട് കൊച്ചിയെ പഠിപ്പിച്ചു കൊടുത്തു. ധന്യ വിജയന്റെ ഫാദറാണ് മിസ്റ്റർ വിജയൻ. ഡാൻസിൽ പോയി ഇരുന്ന് സ്റ്റെപ്സ് കണ്ടിട്ട് അവസാനം വീട്ടിൽ ചെന്ന് പിന്നെയും ഈ കൊച്ചിനെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അത് ഈയിടെ ആരാണ്ട് പറയുണ്ടായി. അവസാനം കുറെ കഴിഞ്ഞപ്പം ആരോ കളിയാക്കി ചോദിക്കുന്നത് വിജയേട്ടനാണോ അതോ ധന്യാണോ അരങ്ങേറ്റം ആദ്യം ചെയ്യുന്നതെന്ന്. അത്രയ്ക്ക് താല്പര്യം എടുത്തിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. ഈ നമ്മുടെ നായകന്റെ ആണെങ്കിലും അമ്മ അത്രയും ഇൻട്രസ്റ്റ് എടുത്ത് അമ്മ കൂടെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് അവന് ആ ഫിലിമിലൊക്കെ കയറാൻ പറ്റിയത്. സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചർമാർ വേണം, സൊസൈറ്റി വേണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചേഴ്സ് ആൻഡ് സൊസൈറ്റി അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ടീവായിട്ട് വേണ്ടി വരും. അത് നമ്മൾ മറക്കരുത്. സോ പ്രൊമോട്ട് ആൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് ഹെൽത്ത് കെയർ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. മൈ എബിലിറ്റി ഈസ് സ്ട്രോങ്ങർ ദാൻ മൈ ഡിസബിലിറ്റി. തീർച്ചയായിട്ടും എൻ്റെ ഡിസബിലിറ്റി അല്ല വേണ്ടത്, എൻ്റെ എബിലിറ്റിയെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ഇത് എന്നാൽ ഒരു സുലൈമാനി ആവാം അല്ലേ? ഇത് നമ്മുടെ ഇവിടെയുള്ളൊരു അമീൻ എന്ന് പറയുന്ന ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയാണ്. അമ്മ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ അടുത്ത് വരുമായിരുന്നു. ഒരുപാട് സങ്കടങ്ങളൊക്കെ പ്രയാസപ്പെട്ടു. പക്ഷേ അവർക്ക് ആ സപ്പോർട്ട് ഗ്രൂപ്പ് എന്നുള്ള ഊർജം കൊണ്ടിട്ട് അവർക്ക് ഇപ്പൊ ഈ കൊച്ച് ഏകദേശം 5-8 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇഖായിസ് എന്നൊരു ഹോട്ടലിൽ പോയിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഒരു സുലൈമാനി ആകാം അല്ലേ? ഇപ്പം കോവിഡ് വന്നപ്പം അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അവർക്ക് സാധിക്കും. സ്വന്തമായിട്ട് ട്രാവൽ ചെയ്ത്, സ്വന്തമായിട്ട് ബസ്സിൽ കയറി, സ്വന്തമായിട്ട് പോയിട്ട് ജോലി ചെയ്ത്, സ്വന്തമായിട്ട് തിരിച്ച് വീട്ടിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമ്മൾ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഡൗൺ സിൻഡ്രോം ട്രസ്റ്റിനോട് നന്ദി പറയാനുണ്ട്. ദോസ് സപ്പോർട്ട് ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ സപ്പോർട്ട് ഗ്രൂപ്പ് എന്നാണ്. കാരണം പലപ്പോഴും ഞാൻ ഇത് വേണോ, ഇതുകൊണ്ട് ഗുണമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ സപ്പോർട്ട് ഗ്രൂപ്പിന്റെ അംഗങ്ങൾ എന്നോട് പഠിക്കുന്നത് ഇല്ല ഡോക്ടറെ നമുക്ക് മുമ്പോട്ട് പോകണം, കാരണം ഈ സപ്പോർട്ട് ഗ്രൂപ്പാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു. അതിൻ്റെ ഡോക്ടർ അലക്സാണ്ടറോടും എൻ്റെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. സോ താങ്ക് യു. ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അത് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ശ്രമിച്ചു നോക്കാം. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ചാറ്റ് ബോക്സിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുകയായിരിക്കും നല്ലത്, കാരണം ബാക്കിയുള്ളവർക്ക് കേൾക്കുകയും ചെയ്യാം. അതോ എല്ലാവരും ഉറങ്ങിപ്പോയാ? ഒരു ചോദ്യം വന്നിരിക്കുന്നത് വാട്ട് ഈസ് കാരിയോടൈപ്പിംഗ്, അത് എവിടെ ചെയ്യുന്നു, കോസ്റ്റ് എത്ര എന്നുള്ളത്. കാരിയോടൈപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമസോമിന്റെ അനാലിസിസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ 23 ജോഡി ക്രോമസോംസ് ഉണ്ട്.
അത് അനാലൈസ് ചെയ്യുന്നതാണ് കാരിയോടൈപ്പിംഗ് എന്ന് പറയുന്നത്. സൈറ്റോജനിക് അനാലിസിസ് എന്നാണ് വേറൊരു വാക്ക് ഉള്ളത്. അപ്പോൾ ഓരോ ക്രോമസോമിലുള്ള വ്യതിയാനങ്ങൾ ഗ്രോസ് ആയിട്ട് നോക്കുന്നതാണ് കാരിയോടൈപ്പിംഗ്. ഫൈനായിട്ട് ഓരോ ക്രോമസോമിലുള്ള ജീനുകളെ നോക്കുന്നത് വേറെയാണ് മൈക്രോ എസ്സേ എന്നൊക്കെ പറയും. അപ്പൊ ഈ ക്രോമസോമിനെ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 21ാമത്തെ ക്രോമസോമിൽ 3 ക്രോമസോം കാണാം. അപ്പൊ നമ്മൾ ട്രൈസോമി 21 എന്ന് പറയുന്നത്. 18ൽ 3 ട്രൈസോമി 18 എന്ന് പറയും. അപ്പൊ അങ്ങനെ വ്യത്യാസമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ക്രോമസോം ഇപ്പം പലയിടത്തും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെയ്യുന്നുണ്ട്, എടപ്പാളിൽ ചെയ്യുന്നുണ്ട്, പല ലാബുകളിലും കളക്ട് ചെയ്തിട്ട് ബോംബെയിലൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. പല നല്ല ലാബുകളിലും ബ്ലഡ് കളക്ട് ചെയ്ത് അയച്ചു കൊടുത്ത് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ക്രോമസോം ചെയ്യാം. പണ്ടൊക്കെ ഇതിനകത്ത് ഏകദേശം 1500 രൂപ ഉണ്ടായിരുന്നത്. ഇപ്പൊ ചാർജ് ഒക്കെ കൂടിയിട്ടുണ്ട്. ഒരു 2500 റുപ്പീസിന് കുഴപ്പമില്ലാത്ത രീതി നല്ലൊരു ലാബിൽ നിന്ന് ക്രോമസോം ടെസ്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഡോക്ടർ, ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. ഡോക്ടർ ഒത്തിരി കേസസ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഈ ക്രോമസോമൽ ഈ ഡിഫക്റ്റിനുള്ള കോസ് ആക്ച്വലി എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള ഒരു പ്രിവെന്റീവ് ആസ്പെക്ട്, ഒരു അവയർനെസ് ആയിട്ട് യങ് ജനറേഷന് കൊടുക്കാൻ പറ്റുന്നുണ്ട്? ഇതിനുള്ള ഞാൻ നേരത്തെ ഉള്ള 3 തരം ക്രോമസോം ഉണ്ട്. ഇത് സാധാരണ പറയപ്പെടുന്നത് 95% ആളുകൾക്കും നോൺ ഡിസ്ജങ്ഷൻ എന്നൊരു അവസ്ഥയാണ്. ആ 95% നോൺ ഡിസ്ജങ്ഷൻ വരുന്നത് അമ്മയുടെ ഓവത്തു നിന്ന് വരുന്ന ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടാമത് യുണൈറ്റ് ചെയ്യാണ് അടുത്തൊരു സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അതിലുള്ളൊരു ഡിസ്പാരിറ്റിയാണ്. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈക്വലായിട്ട് ജോയിൻ ചെയ്യണം. അത് ഈക്വലായിട്ട് അല്ലാത്തപ്പോഴാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പൊ അവിടെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതിൽ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് സാധാരണ പറയപ്പെടുന്നത് 35 വയസ്സിന് പ്രായം കൂടുതലുള്ള അമ്മമാർക്ക് ഗർഭം ധരിക്കുമ്പോൾ ഇതിനൊരു സാധ്യത കൂടുതൽ എന്ന് വെച്ചാൽ 34 വരെ കുഴപ്പമില്ല, 35 കൂടുന്നതല്ല. പ്രായം ചെല്ലുന്നിടത്തോളം ഇതിനുള്ള റിസ്ക് ഫാക്ടർ കൂടുതലാണ്. പിന്നെ ഉള്ളത് ചില അസുഖങ്ങൾ, അത് തെളിവുകളില്ല. ഒരു പക്ഷേ ഒരു വൈറൽ പനിയോ വല്ലോ ആ ഒരു ഫോം ചെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിവിഷൻ കുറച്ച് സ്ലോ ആയി പോകുന്നു എന്നുള്ളത് കൊണ്ട് വരാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ, റേഡിയേഷൻ കൊണ്ടുവരാം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. വ്യക്തമായിട്ട് ഇന്നത് കൊണ്ടാണെന്നുള്ളത് ഒരു മൾട്ടി ഫാക്ടോറിയലായിരിക്കും, പല കാരണം കൊണ്ടായിരിക്കും അത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ പ്രായം കൂടുതൽ ചെല്ലുന്ന അനുസരിച്ചിട്ട് അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞ ട്രാൻസ്ലൊക്കേഷൻ ടൈപ്പ് സാധാരണ വരുന്നത് അച്ഛനോ അമ്മയെന്നോ വരുന്നതാണ്. അവർക്ക് അസുഖങ്ങളൊന്നും കണ്ടെന്ന് വരത്തില്ല, അല്ല ഈ അവസ്ഥയുടെ ലക്ഷണങ്ങളൊന്നും കണ്ടെന്ന് വരത്തില്ല. പക്ഷെ അവരുടെ ക്രോമസോമിൽ ചെറിയ വ്യതിയാനങ്ങളുണ്ട്. അത് അടുത്ത തലമുറ വരുമ്പോഴത്തേക്ക് ആ വ്യതിയാനം ഉള്ളത് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടിയാവുന്നു. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് കൗൺസിലിങ്ങിൽ കാരിയോടൈപ്പിംഗ് ചെയ്യണമെന്നുള്ളത്. ഏത് ടൈപ്പ് ആണെങ്കിൽ അതനുസരിച്ച് ചിലപ്പോൾ പേരൻസിനെ കൂടി ചെയ്ത് നോക്കണം. കാരണം അവരിൽ നിന്ന് കിട്ടിയതാണോ എന്നുള്ളത്. അച്ഛനിൽ നിന്നും കിട്ടാം, അമ്മയിൽ നിന്നും കിട്ടാം. അപ്പം അതുകൊണ്ട് നമ്മൾ കാരിയോടൈപ്പിംഗ് ചെയ്താൽ, കാരണം കേരളത്തിൽ കൂടുതൽ നമ്മൾ ട്രാൻസ്ലൊക്കേഷൻസ് കണ്ടുവരുന്നുണ്ട്. 5% താഴെയാണ് വേൾഡ് ലിറ്ററേച്ചറിൽ പറയുന്നത്. കേരളത്തിൽ എൻ്റെ 800 പിള്ളേരിൽ ഏകദേശം 12% കുട്ടികൾക്കും ട്രാൻസ്ലൊക്കേഷനാണ്. കാരണം എന്താ എന്നുള്ളത് വ്യക്തതയില്ല. ഇനിയും അതിനകത്തുള്ള വല്ല ഇന്റർ മാരേജസ് ആണോ അങ്ങനെ എന്താണെന്നൊന്നും നമുക്ക് വ്യക്തതയില്ല ഇപ്പം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അത് നോക്കി കണ്ട് ആ ഒരു കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തത ഉണ്ടാകും. ഇത് അച്ഛനിൽ നിന്ന് വന്നാണ്, ഇതിൽ അമ്മയിൽ നിന്ന് വന്നാണ്, അല്ലെ ഇതുകൊണ്ടാണ് ട്രാൻസ്ലൊക്കേഷൻ വന്നത്. അപ്പൊ അടുത്ത കുട്ടിക്ക് ഉണ്ടാകുന്ന റിസ്ക് നമുക്ക് അസസ് ചെയ്യാം. ചില ട്രാൻസ്ലൊക്കേഷൻ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്ന് കിട്ടുന്ന 21 ട്രാൻസ്ലൊക്കേഷൻ വെച്ചാൽ 100% അടുത്ത കുട്ടി ഡൗൺ സിൻഡ്രോം ആയിരിക്കും. അപ്പൊ അതും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കാരിയോടൈപ്പിംഗ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഉള്ളത് ഇതൊന്നും അല്ലെങ്കിൽ ഇതിന്റെ മൊസൈക്ക് ആണെങ്കിൽ ചില സെൽസ് കോശങ്ങൾ നോർമലായിരിക്കും, ചിലത് മാത്രമേ അബ്നോർമൽ ആയിരിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ എവിടൊക്കെയുള്ള കോശങ്ങളാണ് നോർമലും അബ്നോർമാലിറ്റി ഉള്ള റേഷ്യോ അതനുസരിച്ചിരിക്കും അവരുടെ മറ്റു കാര്യങ്ങളുടെ ഡെവലപ്മെന്റിൽ വ്യത്യാസം ഉണ്ടാകാം. പിന്നെ ആന്റിനേറ്റൽ ടെസ്റ്റുകൾ ധാരാളമുണ്ട്. സംശയമുണ്ട്, പ്രത്യേകിച്ച് പ്രായം കൂടുതലുള്ള അമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വല്ല സ്റ്റെറിലിറ്റിക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത കുട്ടികൾ, ഇതിനൊക്കെ ആകുമ്പോൾ നമ്മൾ ആന്റിനേറ്റൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. ആന്റിനേറ്റൽ ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ ഇൻവേസീവ് ടെസ്റ്റ് ഉണ്ട്, അത് വയറ്റിൻ്റെ അകത്തുനിന്ന് നീര് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് 100% റിസൾട്ടാണ്. പക്ഷെ അത് 100ൽ 1 കുട്ടി ചിലപ്പോൾ അബോർഷനായി പോകാം. അബോർഷനായി പോകുന്നത് ചിലപ്പോൾ നോർമൽ കുട്ടിയായിരിക്കും.
അതുകൊണ്ട് നമ്മൾ റുട്ടീനായിട്ട് പറയാത്തത്. അപ്പോൾ ആന്റിനേറ്റൽ സ്ക്രീനിങ് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വളരെയധികം സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, ക്വാഡ്രപ്പിൾ ടെസ്റ്റ്, ഡ്യുവൽ ടെസ്റ്റ്, ട്രിപ്പിൾ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു റിസ്ക് അസസ്മെന്റ് ആണ്. ആ റിസ്ക് ഹൈ ആണ്, എന്തായാലും മറ്റേലോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ പുതുതായിട്ടുള്ള സെൽഫ് ഫ്രീ DNA എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അമ്മയുടെ ബ്ലഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ബ്ലഡിൻ്റെ അകത്ത് കുട്ടികളുടെ ഡൗൺ സിൻഡ്രോമിന്റെ DNA ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇത് 100% സക്സസ്ഫുൾ അല്ല. അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, 1% ചിലപ്പം മിസ് ചെയ്ത് പോകും. അപ്പോൾ അതിന് നമുക്കൊരു 100% ഗ്യാരണ്ടി. പക്ഷേ നമുക്ക് ഇതൊക്കെ ആന്റിനേറ്റൽ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് ചെയ്യാം. റിസ്ക് ഫാക്ടർ കൂടുതലുണ്ടെങ്കിൽ എന്തായാലും മറ്റേ ടെസ്റ്റിലേക്ക് കൊണ്ടുവരും. അതല്ലാതെ ഒരു ഇന്നത് കൊണ്ട് കാരണമാണെന്ന് നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു നിലയിലാണ് നമ്മളിപ്പം ചെയ്യുന്നത്. കൗൺസിലിംഗ്, ആന്റിനേറ്റൽ കൗൺസിലിങ്ങും ആ ഒരു ബോധവൽക്കരണമാണ് ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു ഡോക്ടർ. ചാറ്റ് what are the precautions that should be taken if the first child is diagnosed with means the second child? അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ആദ്യത്തെ കുട്ടി ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ, പ്രായം കുറഞ്ഞാണെങ്കിൽ അല്ലെങ്കിലും അവർ കാരിയോടൈപ്പിംഗ് ചെയ്ത് നോക്കണം. ഏത് തരമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ടുള്ളത് തീരുമാനിക്കാനായിട്ട്. ട്രാൻസ്ലൊക്കേഷൻ ടൈപ്പ് ആണെങ്കിൽ പേരൻസിന്റെ രണ്ടുപേരുടെയും കാരിയോടൈപ്പിംഗ് ചെയ്യണം. എന്നിട്ട് നോക്കണം പേരൻസ് ഒന്ന് കിട്ടിയതാണോ അതോ ഡീനോവോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു ഗർഭത്തിൽ മാത്രമായതാണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബേസിസിൽ നമുക്ക് അവർക്ക് ടെസ്റ്റുകൾ ഓഫർ ചെയ്യാം. ആന്റിനേറ്റൽ സപ്പോർട്ട് ടെസ്റ്റുകൾ ചെയ്തിട്ട് നോക്കിയിട്ട് അടുത്ത വയറ്റിലുള്ള കുട്ടികൾക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. വിച്ച് ആർ കറന്റ്ലി അവൈലബിൾ ക്യാൻ ബി ഡൺ. ഓൺലൈൻ സപ്പോർട്ട് മോഡ്യൂൾസ് ആർ നോട്ട് അവൈലബിൾ. ഇതിനകത്ത് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു കാരണം മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ആന്റിനേറ്റൽ ടെസ്റ്റ് ചെയ്തു, അതിൽ പോസിറ്റീവ് ആണ്, വയറ്റിലുള്ള കുട്ടി ഗർഭസ്ഥ ശിശു ഡൗൺ സിൻഡ്രോം ആണെന്ന് മനസ്സിലാക്കി. വാട്ട് നെക്സ്റ്റ്? ഇനി എന്താന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഒരു പക്ഷേ നമുക്ക് അതിനെ അബോർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അബോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും താല്പര്യം പെട്ടെന്ന് വരത്തില്ല. ആദ്യം താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ 20 ആഴ്ചയ്ക്ക് മുമ്പാണെങ്കിൽ മാത്രമേ നിയമപരമായിട്ട് നമുക്ക് അബോർട്ട് ചെയ്യാൻ പാടുള്ളൂ. 20 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിയമം അനുവദിക്കുന്നില്ല. അത് 24 ആഴ്ച ആക്കുന്നെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ബില്ല് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതിന് മുമ്പ് ഇത് ചെയ്യാൻ പറ്റണം. പക്ഷെ പലരും ഇത് ദൈവം തന്നൊരു കുട്ടിയാണ്, അത് എനിക്ക് നശിപ്പിച്ച് കളയാൻ താല്പര്യമില്ല എന്നുള്ള ആളുകൾ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അത് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഇവരെ കൗൺസിൽ ചെയ്യണം. ഇത് പോസിറ്റീവ് ആയാൽ എന്താ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് എന്താണ്. കൗൺസിൽ ചെയ്തിട്ട് അവർക്ക് അബോർട്ട് ചെയ്ത് കളയാൻ താല്പര്യമില്ലെങ്കിലും വേറൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിക്കുമ്പം അവർ മെന്റലി പ്രിപ്പയർഡ് ആണ്. ഞാനൊരു ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയെ ഞാൻ സ്വീകരിക്കാൻ പോകുന്നത്, പ്രസവിക്കുമ്പോൾ അന്നേരം പെട്ടെന്ന് ഒരു ഷോക്കായി വരികയല്ല, അയ്യോ ഇങ്ങനൊരു കുട്ടിയാണല്ലോ എന്നുള്ളത്. ഇവരെ കൊണ്ട് പലരും ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആദ്യമേ പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് വേണ്ട എല്ലാം ചെയ്തു പറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കൗൺസിലിംഗ് ആണ് ആവശ്യം. ആന്റിനേറ്റൽ ടെസ്റ്റുകൾ ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിനെ പറ്റി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സാർ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോ സാർ. ഓൺലൈൻ സപ്പോർട്ട് കൊടുക്കുന്ന കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള എഫക്റ്റീവ് എന്തെങ്കിലും സാറിന്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെയാണ് സാധ്യതകൾ ഉള്ളത് എന്നുള്ളത്? ധാരാളം ഉണ്ട്. ഇവിടെ ഇപ്പൊ കാലിക്കറ്റ് തന്നെ ഒരു ഡോക്ടർ റോഷൻ ബിജ്ലിയുടെ അവിടെയുള്ള അവര് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അവരുമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഒന്നും വേണ്ട, ഫ്രീ ആണ്. നല്ല ബാൻഡ് വിത്ത് ഉള്ള ഒരു സിസ്റ്റം കയ്യിൽ വേണം. കാരണം ആ പറയുന്ന ബാൻഡ് വിത്ത് മോശമാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല. അങ്ങനെ പലയിടത്തും ചെയ്യുന്നത്. അത് അല്ലാതെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് വളരെ നല്ലതാണ്. അത് തെറാപ്പിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് വേണം, തെറാപ്പിസ്റ്റിന്റെ ട്രെയിനിങ് ഇൻവോൾവ്മെന്റ് വേണം, അത് പേരൻസിന്റെ കമ്മിറ്റ്മെന്റും വേണം. തെറാപ്പിസ്റ്റ് ഇപ്പോൾ വന്നിട്ട് വലത്തെ കൈ പൊക്കാൻ പറഞ്ഞുകൊണ്ട് കുട്ടി പൊക്കുന്നില്ലെങ്കിൽ പേരൻസ് കൈ പൊക്കി കൊടുക്കണം. അപ്പൊ അത് ഓരോന്നായിട്ട് ഫ്ലാഷ് കാർഡ്സ് കാണിച്ചു കൊടുക്കാം. ഓരോന്നായിട്ടുള്ളത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്പീച്ച് തെറാപ്പിയിൽ ഓറോഫേഷ്യൽ എക്സസൈസസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ചെയ്യാൻ ഉണ്ട്. അങ്ങനെ ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ സെന്റർ ഫോർ റീജിയണൽ സെന്റർ ഫോർ ഡോക്ടർ റോഷൻ ആണ് എൻ്റെ ഡയറക്ടർ. ഡോക്ടർ റോഷൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഡോക്ടർ റോഷന്റെ അഡ്രസ് ചെയ്യാൻ ഡോക്ടർ വിജയലക്ഷ്മിക്ക് വേണമെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യാം. അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു നല്ലൊരു ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പല ആളുകളെ അത് സഹായിക്കും. കാരണം അവിടെ ഒരു സെന്ററിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഇതൊക്കെ 1:1 ആയിട്ടാണ് കൊടുക്കുന്നത്.
അപ്പോൾ ഒരു സെന്ററിൽ ഹാൻഡിൽ ചെയ്യാനേക്കാട്ടിലും കൂടുതൽ മക്കളുണ്ട്, കുട്ടികളുണ്ട്. ഇപ്പൊ പല സെന്റേഴ്സിൽ പലയിടത്തു നിന്നാണെങ്കിൽ ഒരുപാട് പ്രയോജനം ഉണ്ടാവും. ഹലോ, യെസ്, കേൾക്കാവല്ലോ ഡോക്ടറെ? ഓക്കെ, കേൾക്കാം, പറയൂ. ഡോക്ടർ, ഞാൻ ലൈബ്രറിനായിട്ട് വർക്ക് ചെയ്യുന്നു ധനുവച്ചപുരം VTM-NSS കോളേജിൽ. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഒരു കൊളാബറേറ്റർ ആയിട്ട് എൻ്റെ കോളേജും ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും നല്ലൊരു ക്ലാസ്, സത്യം പറഞ്ഞാൽ ഒരുപാട് വെബിനാറുകൾ നമ്മൾ ഈ കാലത്ത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും നല്ലൊരു ക്ലാസ് ഡോക്ടർ പറഞ്ഞ ഒരു വാക്ക് പോലും വിട്ടുപോകാതെ കേട്ടിരുന്നതാണ് ഞാൻ. അതുകൊണ്ട് മൊബൈലിൽ ചാർജ് പോയത് ഞാൻ അറിഞ്ഞില്ല. കാരണം ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ പറ്റിയിട്ട് നമുക്കുള്ള ധാരണകൾ, പ്രീ കൺസീവ്ഡ് നോഷൻസ് ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള കുട്ടികളെ കിട്ടിയ പാരന്റ്സിന്റെ വിഷമങ്ങളെ കുറിച്ചും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളുടെ ഫ്യൂച്ചർ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ അധിക നാൾ ജീവിക്കില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഉപയോഗിക്കില്ല, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ധാരണകളാണ് നമുക്ക്, ഇൻക്ലൂഡിങ് എനിക്ക് ഉൾപ്പെടെ. കാരണം നമുക്ക് ഇതുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു പരിചയമോ അല്ലെങ്കിൽ കൂടുതൽ അറിവുകളോ ഇല്ലാത്തത് കൊണ്ടാണ് അതിന്റെ കാരണം. പക്ഷെ അതിന് ആ ഒരു ധാരണയെ ഡോക്ടർ പരിപൂർണമായിട്ട് ഇല്ലാതാക്കി കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത്ര നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡോക്ടർ ആണോ അതോ മോട്ടിവേഷൻ സ്പീക്കർ ആണോ എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ആ രീതിയിൽ ഡോക്ടർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. മാത്രവുമല്ല, ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജാസിം സാറ് ഈ ഒരു വെബിനാർ സീരീസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു തൊട്ട് മുമ്പ് ചോദിച്ചത്. അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. നമുക്ക്, അതായത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സമൂഹത്തിന്റെ ഈ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയുടെ ഇത്തരത്തിലുള്ള ധാരണകൾ മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പാരന്റ്സിനെ ഇപ്പോൾ ഡിറ്റർമിൻഡ് പാരന്റ്സ് ആക്കി മാറ്റാൻ എല്ലാ ട്രെയിനിങ്ങിനെ പറ്റിയുള്ള അറിവുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ ചെറിയ കോഴ്സുകൾ കൊടുക്കാനോ, കുട്ടികൾക്ക് ആ രീതിയിൽ, നമ്മുടെ കുട്ടികൾക്ക് UG PG ഉള്ള കുട്ടികൾക്കൊക്കെ അതിനെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കാനും, ഈ കുട്ടികളെ കെയർ ചെയ്യേണ്ടതും അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ ഒരു കടമയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നാൽ കുറച്ചുകൂടി നന്നായിരുന്നു. നന്ദി ഡോക്ടർ. ഇതിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലും ഇവരുടേതായിട്ടുള്ള കോഴ്സുകളുണ്ട്. അവിടെ നല്ലതായിട്ട് CDMR അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നേരത്തെ പറഞ്ഞത് വളരെ പെർട്ടിനന്റ് ഒരു കാര്യമാണ്, മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത്. സാധാരണ ഒരു കുട്ടിക്ക് ഇവരെ എങ്ങനെ ഒരു ഇൻക്ലൂസീവ്നെസ്, ഇവരെ മനസ്സിലാക്കാനായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഇങ്ങനെയുള്ള കുട്ടികൾ ഉള്ള ക്ലാസ്സസിലുള്ള മറ്റ് പിള്ളേര് ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു നമ്മൾ വിചാരിക്കത്തില്ല. ഇവരെ ബുള്ളി ചെയ്യുന്നതായിരിക്കും ആദ്യം വിചാരിക്കുന്നത്, ഇവരെ ഉപദ്രവിക്കുന്നതായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ ഇവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരൊരു ഭാവിയിൽ ഒരു മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു പൗരനായിട്ട് നമ്മൾക്ക് വളർത്തിക്കൊണ്ടുപോകാനായിട്ടൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. അവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ അവരെ സ്നേഹത്തോടുകൂടി മുമ്പോട്ട് പോകുന്നുള്ളതാണ്. അപ്പൊ എനിക്കൊന്ന് പാഠപുസ്തകത്തിൽ ഒരു ചെറിയൊരു ഭാഗം ഇതിനെപ്പറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ തന്നെ ഒരു പ്രാക്ടിക്കൽ സെഷനായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിള്ളേരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ഈ ഒരു ദിവസം പോയി ഇവരെ ഒന്ന് കണ്ടിട്ട് പോയിട്ട് അത് യാതൊരു അർത്ഥമില്ല. മേ ബി വൺസ് എ മന്ത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യുക, ഒരു ഹാഫ് എ ഡേ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുക, അവരുമായിട്ട് മനസ്സിലാക്കുക, അവരുടെ പ്രയാസങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അവരുടെ പേരൻസുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യുക. അത് എന്നിട്ട് തിരിച്ചു വന്നിട്ട് അവരോട് വിദ്യാലയങ്ങളിൽ അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുക. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇന്നടുത്ത് പോയി ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങൾ. എന്തായാലും അതിപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളത്. കാരണം അതിൽ ടീച്ചർമാരുടെ ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് സാധിക്കും, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സാധിക്കും. ഓക്കെ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള പിള്ളേരെല്ലാവരും മാസത്തിൽ ഒരിക്കലും ഇന്നടുത്ത് പോകും. അത് ഡൗൺ സിൻഡ്രോം തന്നെ ആണെന്നില്ല, പല വേരിയസ് ഫീൽഡ് ആകാം, ചിലപ്പോൾ ഓട്ടിസം ആകാം, മറ്റേതിലും ആകാം. അവർക്ക് ഒന്നിച്ച് ജീവിച്ച് മനസ്സിലാക്കി സമുദായത്തിൽ ഇൻക്ലൂസീവായിട്ട് ജീവിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് സാധിക്കും. അത് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ മുമ്പോട്ട് അവയർനെസ് ക്ലാസ് കൊണ്ട് കാര്യമുള്ളൂ. നമ്മളുടെ 10-15 കൊല്ലം മുമ്പ് ഇതിനെപ്പറ്റി വന്നാൽ ആരും തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല. വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ മാർച്ച് 21 ഞങ്ങൾ ഫുൾ ഡേ പ്രോഗ്രാം നടത്താറുണ്ട്. അതിലെ ഒന്ന് പാട്ട് കേൾക്കാൻ വേണ്ടി ആളുകൾ കയറിയിട്ട് പോകും, അല്ലാതെ വേറെ ഒന്നും കേൾക്കാറില്ല. ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് സംഘടനകൾ വന്നിട്ടുണ്ട്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത് നമ്മൾ മുമ്പോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് സാധിക്കുമെന്നുള്ളതാണ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഇനി ആർക്കും സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ മായ.
താങ്ക് യു സോ മച്ച് സർ. ഡോക്ടർ ഷാജി, വെരി ഇൻഫോർമേറ്റീവ് സെഷൻ. എല്ലാവർക്കും ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ് സാറ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിൽ മാത്രമല്ല, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് സാറ് പറഞ്ഞത്. അപ്പം സാറ് പറഞ്ഞ പോലെ നമ്മള് കഴിഞ്ഞ കുറെ ഡെക്കേഡ്സ് ആയിട്ട് കുറെ ചേഞ്ചസ് വരുത്തിയെങ്കിലും ഇനിയും കുറെ ചെയ്യാനുണ്ട്. അപ്പം പേരൻസിന്റെ സപ്പോർട്ട് ഗ്രൂപ്പ്സ് വഴിയും ഇൻട്രസ്റ്റഡ് പ്രൊഫഷണൽസ് വഴിയും നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഈ NIPMRന്റെ വെബിനാർ സീരീസിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. അച്ചു